അതിന്റെ 9-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം സ്തോത്രം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം 9ഉം 10ഉം ഒന്ന് വായിച്ചാട്ടെ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 9ഉം 10ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അടുത്തത്, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് സ്തോത്രം സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ, ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തമായി ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന രംഗങ്ങൾ വളരെ ശക്തമായി കാണുന്ന ഒരു ഭാഗമാണ് ഗലാത്യ ലേഖനം. ഗലാത്യ ലേഖനത്തിൽ നിന്നല്ല പ്രസംഗിക്കുന്നത്, പക്ഷേ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഗലാത്യ ലേഖനത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് പൗലോസ് തന്നെ ദൈവം വിളിച്ചു വേർതിരിച്ച രക്ഷയുടെ അനുഭവത്തിന് താൻ വില കൊടുത്തു നിന്ന പൗലോസ് ശക്തമായി ദൈവനാമത്തിന് വേണ്ടി പോരാടുന്ന രംഗം വ്യക്തമായി വരച്ചു കാണിക്കുന്ന ഒരു പുസ്തകമാണ് ഗലാത്യ ലേഖനം എന്ന് പറയുന്നത്. ദുരുപദേശ സഭയെ വിഴുങ്ങി തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹശിഷ്യന്മാരിൽ ഒരുവൻ വഴിതെറ്റിയപ്പോൾ അതിനുവേണ്ടി ശക്തമായി പ്രതികരിക്കുന്ന ഒരു രംഗമാണ് ഗലാത്യ ലേഖനത്തിന്റെ അകത്ത് നമ്മൾ കാണുന്നത്. മറുവശത്ത് പൗലോസ് അപ്പോസ്തലനെതിരായിട്ട് അല്ലെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധമായും ദൈവസഭയുടെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ജീവിക്കുന്ന ഒരു തലം പത്രോസിന്റെ ജീവിതത്തിൽ കാണുവാൻ ഇടയായി തീർന്നു. പത്രോസിനെ ശക്തമായി ശാസിക്കുന്ന ഒരു രംഗമാണ് ഗലാത്യ ലേഖനത്തിന്റെ അകത്ത് കാണുവാൻ ഇടയായി തീരുന്നത്. എന്നാൽ ഈ വിഷയങ്ങളെ പ്രതിപാദിക്കുമ്പോൾ, ഈ വിഷയങ്ങളെ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് പൗലോസ് പറയുന്ന വാക്യമാണ് നമ്മൾ ഇന്ന് ഈ 1-ാം അധ്യായത്തിൽ അതിന്റെ 10-ാം വാക്യത്തിൽ 9ഉം 10ഉം നമ്മൾ കാണുന്നത്. 10-ാം വാക്യം നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ്: ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന് ദാസനായിരിക്കുകയില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന് ദാസനായിരിക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് ദാസനാകരുത്, മനുഷ്യർക്ക് ദാസനായി തീരരുത്. മനുഷ്യർക്ക് ദാസനായി തീരുന്ന ഒരുവന് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. ആമേൻ. അതിന്റെ അപകടവശം വളരെ ശക്തമാണ്. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദുരുപദേശത്തിന് നേരെ നിൽക്കുമ്പോൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഒരുവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവന് ദുരുപദേശങ്ങൾക്കെതിരെ നിൽക്കാൻ കഴിയത്തില്ലെന്ന്. ദുരുപദേശത്തിന് എതിരെ സഭയ്ക്കകത്ത് കടന്നുകൂടുന്ന ദുരുപദേശങ്ങളുടെ കാരണക്കാരെ അന്വേഷിച്ചാൽ അത് മുൻനിരയിലിരിക്കുന്ന ചില വ്യക്തികളാണെന്ന് വ്യക്തമായി വെളിപ്പെടും. മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളുടെ കഴിവുകേടുകളും കുറവുകളും ജീവിതത്തിന്റെ ശൂന്യതകളും പഴകി മടുത്ത ചില നിരകളും നമ്മൾ കാണുമ്പോൾ അതിനോട് രമ്യപ്പെടരുത്. രമ്യപ്പെടുന്നവൻ മനുഷ്യന് യോഗ്യനായിട്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ പറയുന്നു മനുഷ്യന് ദാസനാകരുത്, ദൈവത്തിന് ദാസനായി തീരുന്നെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ അവന്റെ വചനത്തിന് വേണ്ടി നിലനിൽക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തെ നമുക്ക് പ്രതിയാണ്. അപ്പോൾ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടവർ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കാരണവശാലും മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ഒരു കാര്യങ്ങളിലും ചെന്ന് പെടരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകർന്നേരം സഭയ്ക്ക് ദൈവം ഈ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. മനുഷ്യർക്ക് കീഴ്പ്പെട്ടു പോയാൽ, മനുഷ്യരുടെ വാക്കുകൾക്ക് കീഴ്പ്പെട്ടു പോയാൽ അവർക്കൊരിക്കലും ദൈവം പ്രതീക്ഷിക്കുന്ന അളവിൽ ഒരു ഉയർച്ചയും ഒരു പ്രതീക്ഷയും അവനിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് ദാസനായി മനുഷ്യരുടെ ഇംഹിതത്തിന് വേണ്ടി നടക്കാതെ കാത്തുകൊള്ളുന്നതാണ് ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം എന്നുള്ളത്. അപ്പോൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ തിരിച്ചറിയുമ്പോൾ സ്തോത്രം അതിന്റെ 10-ാം വാക്യം നമ്മൾ വായിച്ച് പ്രസാദിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. സ്തോത്രം. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. സ്തോത്രം. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച
ഒരു കാര്യം പറയണം, ഒരു കാര്യം എന്ന് പകർന്നേരം നമ്മൾ മനസ്സിലാക്കണം. ദൈവ ശബ്ദം കേൾക്കുമ്പോൾ അത് ദൈവ ശബ്ദമായിട്ട് തന്നെ കാണണം കേട്ടോ, മനുഷ്യന്റെ ശബ്ദമായിട്ട് കാണരുത്. ദൈവ ശബ്ദമായിട്ട് കാണാൻ നമ്മൾ പഠിക്കണം. ഇന്ന് പകൽ നേരം സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു കുഴപ്പമാണ്. ഇത് പറയുന്ന വ്യക്തിയെ നോക്കും. ചിലർ മനസ്സിലാക്കണം, പ്രസംഗിക്കുന്ന വ്യക്തിക്ക് മഹത്വം കൊടുക്കും. അത് മഹത്വം കൊടുക്കരുത്. ആ വ്യക്തി കൂലിക്കാരനാണ്. ആ വ്യക്തി കൂലി കണക്കിടും. അതിന്റെ പ്രതിഫലം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടും. പക്ഷേ ആ വ്യക്തി ഭൂമിയിലായിരിക്കുമ്പോൾ പറയുന്ന വാക്യങ്ങൾ പറയുന്ന ദൈവാത്മാവിന്റെ നിറവിലാണെങ്കിൽ മനസ്സിലാക്കണം, വിവേചിച്ചു നോക്കി പരിശുദ്ധാത്മാവെന്ന് ഉറപ്പ് വന്നാൽ ആ വ്യക്തി ദൈവ ശബ്ദമാണ് വെളിപ്പെടുത്തുന്നത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകണം. ചിലർ മനുഷ്യർക്ക് വിധേയപ്പെട്ട് ജീവിച്ച അനേകർക്ക് ദൈവത്തെ കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ചിലർ ഇടർച്ചയായിട്ട് നിലനിൽക്കും. ആമേൻ. ചിലർക്ക് ദൈവത്തിലേക്ക് കണ്ണുയർത്താൻ പറ്റത്തില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവിന് സ്ഥാനമില്ല. ദൈവദാസന്മാർക്ക് സ്ഥാനം കൊടുത്ത് ഇരുത്തുകയാണ്. പക്ഷെ അങ്ങനെ ആകരുത്. ദൈവത്തിന്റെ സ്ഥാനം മനുഷ്യർക്ക് കൊടുക്കരുത്. ദൈവത്തിന്റെ വേല ചെയ്യുന്നവരെ അപമാനിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് അല്ലെ, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരെ അപമാനിക്കരുത്. ഒന്ന്, ദൈവത്തിന്റെ ദാസന്മാരെ ദൈവമായിട്ട് കാണുകയും ചെയ്യരുത്. രണ്ടും നോക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവർ ദൈവശബ്ദം വെളിപ്പെടുത്തുന്നു. അത് ദൈവശബ്ദമായിട്ട് കേൾക്കണം, മനുഷ്യന്റെ ശബ്ദമായിട്ട് കേൾക്കരുത്. ആമേൻ. മഹത്വം മനുഷ്യന് പോയാൽ ഒരിക്കലും ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്, ഇത് ദൈവശബ്ദം. ആ വ്യക്തി കൂലിക്കാരൻ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് പറയാം, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിക്കരുത്. ഇത് രണ്ടും സൂക്ഷിക്കണം ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത്. ദൈവം പ്രതീക്ഷിക്കുന്ന അളവിൽ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം വെച്ച വ്യവസ്ഥയിൽ നമ്മൾ മുന്നേറണം. സ്തോത്രം. അവിടെ വചനം പറയുന്ന കാര്യം എന്താണ്? സ്തോത്രം. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല. അപ്പോൾ നമ്മൾ ഇത് എപ്പോഴും ഓർക്കണം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ദൈവവചനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവസ്ഥാനത്ത് പറയുന്നത് മാനുഷികമല്ല. 2-3 പേര് കൂടിയിട്ട് നമുക്കൊന്ന് തുടങ്ങിയേക്കാന്ന് പറഞ്ഞാൽ കൂടുകയും തുടങ്ങുകയും ചെയ്യുന്നതല്ല സഭയെന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങോട്ട് നോക്കിയാൽ ഒരു കാര്യം പറയാം. സ്തോത്രം. ശ്രദ്ധിച്ചിട്ടൊക്കെ സ്തോത്രം പറയണം കേട്ടോ. ഹല്ലേലൂയ. മാനുഷികമല്ല. കാര്യങ്ങൾ ദൈവത്തോട് മഹത്വപ്പെടുത്തിയാട്ടെ. മനസ്സിലാക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. മാനുഷികമല്ല നാം സ്തോത്രം പ്രാപിച്ചത്, ദൈവികമാണെന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെട്ടതാണ് ദൈവികമായി പരിഗണിക്കപ്പെടുന്നത്. അടുത്ത വാക്യം ശ്രദ്ധിച്ച്, അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കണം, നാം പ്രാപിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്, മനുഷ്യരിൽ നിന്നല്ല പ്രാപിക്കേണ്ടത്. മനുഷ്യരിൽ നിന്ന് പ്രാപിക്കുന്ന ചിലതുണ്ട്, പക്ഷേ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവരായിട്ട് തീരണം. പൗലോസ് പറയുന്നത് കണ്ടോ, ഞാൻ ദൈവത്തിൽ നിന്നാണ് പ്രാപിച്ചിരിക്കുന്നത്. 3 വർഷം ബൈബിൾ കോളേജിൽ പോയി BTHO MDO MTHO അല്ലെങ്കിൽ ഏതെങ്കിലും തിയോളജിക്കൽ ഡിഗ്രി എടുത്താലും ഡോക്ടറേറ്റ് എടുത്താലും 2-3 വർഷമോ 7-8 വർഷമോ ഒരു വിഷയം റിസർച്ച് ചെയ്താലും ശരി, നീ മനുഷ്യനിൽ നിന്ന് പ്രാപിക്കുന്നെന്ന് പരിധിയുണ്ട്. അത് മാനുഷികമായിട്ടേ കൊടുക്കാൻ കഴിയത്തുള്ളൂ. ദൈവവാദപീഠത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കുന്നത് കൊടുത്തെങ്കിൽ മാത്രമേ മനുഷ്യന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ജ്വലിക്കത്തുള്ളൂ. അതാണ് അതിന്റെ മാറ്റം എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാതെ ഒരുവൻ ശുശ്രൂഷിച്ചാൽ സെമിനാരിൽ നിന്ന് കിട്ടുന്ന തിയോളജിക്ക് അതുപോലെ കൊണ്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ടാകുന്നില്ല. എന്നാൽ ദൈവാത്മാവ് തരുന്നത് കൊടുക്കുമ്പോൾ അവിടെ ചലനം സംഭവിക്കും. ദൈവാത്മാവിന്റെ ചലനങ്ങൾ അവിടെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് നമ്മളവിടെ കൊടുക്കുവാൻ റെഡിയായേ മതിയാകത്തുള്ളൂ. അപ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ മനുഷ്യരിൽ നിന്നൊന്നും പ്രാപിച്ചിട്ടില്ല. അത് ഞാൻ ഏത് ദൈവത്തിൽ നിന്നുള്ളത് മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല. ശ്രദ്ധിക്കണം, മനുഷ്യരിൽ നിന്ന് പ്രാപിക്കുന്നതുണ്ട്, പക്ഷെ അത് മാനുഷികമായിട്ട് തന്നെ മാനുഷിക അറിവുകൾക്ക് പരിധിയുണ്ട്. എന്നാൽ ദൈവാത്മാവിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്നത് കൊണ്ട് മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ നിലനിൽപ്പുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ എത്രയോ പുസ്തകങ്ങൾ വായിക്കുന്നു, എത്രയോ അറിവ് ശേഖരിക്കുന്നു. ഈ അറിവുകളൊന്നും നമ്മളെ വിശ്വാസത്തിൽ നിർത്തത്തില്ല. വിശ്വാസത്തിൽ നിർത്തുന്നത് വെളിപ്പാടുകളാണ്. നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്ന്, ദൈവശബ്ദത്തിൽ നിന്ന് നമ്മൾ കേട്ട ചില വെളിപ്പാടുകളാണ് ഇന്ന് നമ്മളെ വിശ്വാസത്തിൽ നിലനിർത്തുന്നത്.
ഈ വെളിപ്പാട് പ്രാപിക്കാൻ പ്രാപ്തിയില്ലാത്ത, അഭിഷേകമില്ലാത്ത മനുഷ്യർ വിശ്വാസത്തിൽ നിൽക്കാതെ വരുന്നതിന് കാര്യം അവർ ഇതുവരെ ദൈവത്തിൽ നിന്ന് ഒരു ശബ്ദവും കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ദൈവശബ്ദം കേട്ടിട്ടുള്ളവർ മാത്രമേ ദൈവ കൃപയിൽ ഇരിക്കത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നാളെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഓടിപ്പോകുന്ന ആരാണ്? ദൈവശബ്ദം കേൾക്കാത്തവര്, പ്രാപിക്കാത്തവരാണ് ഓടിപ്പോകുന്നത്. അത് സംഭവിക്കും. കാരണം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയോ ദൈവത്തെ രുചിക്കുകയോ അനുഭവിക്കുകയോ ചെയ്യാത്തവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ആ വ്യക്തി ഒരു വിശ്വാസിയല്ല, എന്നാൽ ആ വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ആ വ്യക്തിക്ക് സ്തോത്രം, ഹല്ലേലൂയ, ആ വ്യക്തി ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങളെല്ലാം ഇങ്ങനെ ഈ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നത് എന്താ? വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് എന്താ ഒന്ന് ചോദിക്കും. ചിന്തിക്കണം, നല്ലൊരു പ്രായത്തില് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി സമ്പാദിക്കേണ്ട കാലഘട്ടത്തിൽ അവന്റെ നാമത്തിന് വേണ്ടി നിൽക്കുക, ഉയർച്ച പ്രാപിക്കേണ്ട സമയത്ത് അവന്റെ നാമത്തിന് വേണ്ടി നിൽക്കുക. എന്തുകൊണ്ടാണ് ഈ വില കൊടുത്ത് നിൽക്കുന്നതെന്നറിയാവോ? ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചത് കൊണ്ടാണ്. മനസ്സിലാക്കണം, ജീവനുള്ള കർത്താവിനെ അനുഭവിച്ചത് കൊണ്ടാണ് ഈ നാമത്തെ പ്രസംഗിക്കുന്നത്, ഈ നാമത്തിന് വേണ്ടി നിലനിൽക്കുന്നത്. അനുഭവമില്ലാത്തവൻ എങ്ങനെ കർത്താവിന് മഹത്വം കൊടുക്കും? അനുഭവമില്ലാത്തവൻ എങ്ങനെ രക്ഷ പ്രാപിക്കും? അവന്റെ ആയുസ്സിൽ അവൻ അറിയത്തില്ലല്ലോ ദൈവം ജീവിക്കുന്നുണ്ടെന്ന്. എന്നാൽ ഇന്ന് പകർന്നേരം മനസ്സിലാക്കണം, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. ആ സൽഗുണങ്ങൾ, എല്ലാ സൽഗുണങ്ങളും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഗുണങ്ങളാണ് നമ്മെ രക്ഷിച്ചവന്റെ സൽഗുണം എന്ന് പറയുന്നത്. കരങ്ങൾ ചേർത്തൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മെ രക്ഷിച്ചവന്റെ സൽഗുണം, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന സൽഗുണമാണ് നാം പ്രസംഗിക്കുകയും ഉയർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സൽഗുണം പ്രാപിച്ചെങ്കിൽ അത് മാനുഷികമല്ല, അത് ദൈവികമാണ്. നമ്മൾ ഒന്നും മനുഷ്യനിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, ദൈവത്തിൽ നിന്നാണ് പ്രാപിച്ചിരിക്കുന്നത്. കരങ്ങൾ മഹത്വപ്പെടുത്തിയാട്ടെ, ഹല്ലേലൂയ. അടുത്ത ഭാഗം വായിച്ചാട്ടെ. മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ അത് പ്രാപിച്ചത്. അപ്പോൾ നാം കൃപയും നമ്മുടെ അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറയപ്പെടുകയും ദൈവത്തിൽ നിന്നും പ്രാപിച്ച വെളിപ്പാടുകളുമായിട്ട് നാം ക്രിസ്തീയ ജീവിതം നയിക്കണം. ഇതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിക്ക് കർത്താവ് നമ്മൾ വിളിച്ചു വേർതിരിക്കുമ്പോൾ ഇത് മാനുഷികമല്ലെന്ന് നാം എപ്പോഴും അറിയണം. ആമേ. നമ്മെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ നമ്മൾ സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ അവിടെ മുഴുകുമ്പോൾ, പ്രാർത്ഥനയിൽ നമ്മൾ മുഴുകുന്ന അനുഭവങ്ങളിൽ വരുമ്പോൾ ആത്മനിറവും ദൈവശബ്ദവും നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുമ്പോൾ മനസ്സിലാക്കണം, ഇത് മാനുഷികമല്ല. ഇതൊരു ജ്ഞാനിക്കുമില്ല, ഒരറിവുള്ളവനുമില്ല. ഈ അനുഭവം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് സ്വർഗം കൊടുക്കുന്ന കൃപയാണ്. നമ്മുടെ പുറമേയുള്ള കുറവുകളും ന്യൂനതകളും കണ്ടുകൊണ്ട് ഇവൻ ഇത്രയേ ഉള്ളെന്ന് വിലയിരുത്തുന്നവനൊക്കെ സ്വന്തം ലോകപ്രകാരം അവനൊരു അന്ധന്മാരാണെന്ന് മനസ്സിലാക്കണം. അവര് കൂരിരുട്ടിലാണ് ഇരിക്കുന്നത്, അവർക്ക് വെളിച്ചമില്ല, അവർ ഈ ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചിട്ടില്ല. മതത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? അനുഭവമില്ല. അത് ആരാണ്ടൊക്കെ എഴുതി കൊടുത്തതെല്ലാം തല ചോന്നുകൊണ്ട് വർഷങ്ങളോളം നടക്കുന്നതാണ് മതം. മാർഗത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നീ മാർഗം വിട്ട് പൊയ്ക്കോണം എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റുമോ? ഇല്ല. എന്നാ കാര്യം? സ്വർഗം നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. എവിടെ പോകാനാ? അത് മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. നമ്മോട് പറയുക, നീ പ്രസ്ഥാനം വിട്ടു പോകാൻ പറഞ്ഞ കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റും, ദേശത്തിൽ നിന്ന് വിട്ടു പോകാൻ പറ്റും, ഒരു നാട്ടിൽ നിന്ന് പോകാൻ പറ്റും. പക്ഷെ ദൈവത്തിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റുമോ? ഇല്ല. കാരണം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുക. നമ്മൾ എവിടെ പോകാനാണ്? മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ഈ കൃപയിൽ നിന്ന് ഓടിക്കാൻ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. കർത്താവിന് ഈ സ്നേഹത്തിൽ തന്നെ വേർപെടുത്തുവാൻ കഴിയത്തില്ലെന്ന് പൗലോസ് പറയുന്നത് കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഇവയ്ക്കൊന്നും ദൈവത്തിന്റെ സ്നേഹത്തിൽ തന്നെ വേർപെടുത്തുവാൻ കഴിയത്തില്ലെന്ന് പറയുന്നൊരു കാര്യം പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. അവനെ എന്നിൽ നിന്ന് ഇറക്കിക്കളയുവാൻ ആർക്കും കഴിയത്തില്ല, പുറമേ ഉള്ള ഒരു സാഹചര്യത്തിനും കഴിയത്തില്ല. ആമേൻ. കഷ്ടതയോ പട്ടിണിയോ കണ്ണുനീരോ ഒന്നും നമ്മെ ദൈവത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്തുവാൻ കഴിയത്തില്ല. മനസ്സിലാക്കണം. ആ പ്രത്യാശയാണ് ദൈവ മക്കൾക്ക് സ്വർഗം കൊടുത്തിരിക്കുന്നത്. ആർക്ക് നമ്മൾ പാട്ടുപാടി ലഭിക്കും നിശ്ചയം, എന്വിരുദ്ധരിക്കും ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. എന്തുകൊണ്ടത് പാടുന്നത്? ഒരു ശത്രുവിനെ എടുത്തു കളയാൻ കഴിയത്തില്ല. ഒരു കെട്ടിടം ഇടിച്ചു കളഞ്ഞാൽ തീരുന്നതല്ല നമ്മളെ വിശ്വാസം.
ഒരു ദേശത്ത് നമ്മൾ ഓടിച്ചു കളഞ്ഞാൽ തീരുന്നതല്ല നമ്മുടെ വിശ്വാസം. നമ്മുടെ ദൈവം നമ്മളിൽ വസിക്കുകയാണ്. കാരണം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരവും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെയെങ്കിലും മന്ദിരങ്ങളെ ഓടിച്ചു കളയാനേ കഴിയത്തുള്ളൂ. മന്ദിരത്തിന് പുറത്തുള്ള ഒരു പ്രതിസന്ധിയും മന്ദിരത്തിന്റെ അകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ അന്യമാക്കുവാൻ കഴിയത്തില്ല. സ്വതം അത് തിരിച്ചറിയുന്നവര് വിശുദ്ധ കരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകരം ദൈവ സന്നിധിയിൽ ആ തിരിച്ചറിവുള്ളവരായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയത്തുള്ളൂ. അടുത്ത വാക്യം വായിച്ചേ. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. ക്രിസ്തുവിന്റെ വെളിപ്പാടിനത്രേ പ്രാപിച്ചത്. യഹൂദ മതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു. ഇവരൊരു കാര്യം മനസ്സിലാക്കി, രക്ഷിക്കപ്പെടാതെ ഇതിനു മുമ്പ് എവിടെ ആയിരുന്നാലും ദൈവസഭയെ മുടിച്ചതും തകർത്തതുമായ ഒരു പശ്ചാത്തലമായി എല്ലാവർക്കും പറയാനുള്ളൂ. മനസ്സിലാണ്? രക്ഷിക്കപ്പെട്ട് വന്നപ്പോഴാണ് നമ്മൾ ഏതിനോടായിരുന്നു യുദ്ധം ചെയ്ത് നിന്നാണ് മനസ്സിലാകുന്നത്, ഏതിനെയാണ് വെറുത്തത് നിന്നാണ് മനസ്സിലാകുന്നത്, ഏതിനെയാണ് ദുഷിച്ചത് നിന്നാണ് മനസ്സിലാകുന്നത്. അല്ലെ? ഹല്ലേലൂയ. വിശ്വാസികളെ രക്ഷിക്കപ്പെട്ടവരെ കാണുമ്പോ സ്വന്തം അകറ്റിയും സ്തോത്രം അവരെ പരിഹാസം പറഞ്ഞു ഓടിച്ചു വിട്ടിരുന്ന ഒരു കാലഘട്ടം മുമ്പിലില്ലായിരുന്നോ? പാപ സ്വഭാവത്തിലിരുന്നിരുന്ന്. എന്നാൽ അന്ന് അറിഞ്ഞിരുന്നില്ല ഈ രക്ഷയുടെ പദ്ധതിയുമായിട്ട് അതിനെ വഹിക്കുന്ന വ്യക്തികളാണ് ഈ നടക്കുന്നതെന്ന് നമുക്കന്ന് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അറിയുന്നുണ്ട്, ആ രക്ഷയുടെ മഹത്വം അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് മനസ്സിലാക്കണം. ആളെ പൗലോസ് പറഞ്ഞു, ഞാൻ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ആളെ യഹൂദ മതത്തിൽ വളരെ എരിവേറി നടന്നു. എരിവ് എന്തായിരുന്നു? ദൈവസഭയെ മുടിക്കുന്നതാണ് പലരുടെ എരിവ്. മതങ്ങളുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? സത്യമാർഗത്തെ ഉപദ്രവിക്കുന്നതാണ് മതങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്. പലപ്പോഴും സത്യമാർഗത്തെ നശിപ്പിക്കുവാൻ, സത്യമാർഗത്തെ ദുഷിപ്പിക്കുക, സത്യമാർഗത്തെ ക്ലേശിപ്പിക്കുക, അതിന് മേൽ പഴി പറയുക, ആരോപണങ്ങൾ എഴുന്നേൽപ്പിക്കുക, ആ നാമത്തെ ധരിച്ചിരിക്കുന്നവരെ എല്ലാവിധത്തിലും ക്ലേശിപ്പിക്കുക. അതാണ് പല മതങ്ങളുടെയും സ്വന്തം അകക്കാമ്പ് എന്ന് പറയുന്നത്. ദൈവകൃപയിലിരിക്കുന്നവരെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ മനസ്സിലാക്കണം, അതിൽ നിന്ന് നമുക്ക് കൃപ ലഭിച്ച് നമ്മൾ ഇന്ന് പകർന്നേരം ദൈവ കൃപയിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കണം കർത്താവ് നമ്മളെ എത്ര അധികമായി സ്നേഹിച്ചിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. ആ ഭാഗം ഒന്നും കൂടെ വായിച്ചാട്ടെ, ആ ഭാഗം ഒന്നും കൂടെ എടുത്ത് വായിച്ചാട്ടെ. മതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എന്റെ പിതൃ പാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. യഹൂദനായി ജനിച്ച് ജീവിച്ച പൗലോസ് ക്രിസ്തുവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ രക്ഷിക്കപ്പെടുവാനും അല്ലെങ്കിൽ അവന്റെ പാപത്തെ വെളിപ്പെട്ടു, അവന്റെ മാർഗത്തെ അവന് വെളിപ്പെട്ടു. അങ്ങനെ ആ പഴയ മാർഗത്തെ വിട്ട് ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു വരുവാന്നൊക്കെ വേണം. അവന്റെ അകമയുള്ള മനുഷ്യൻ വീണ്ടും ജനനം പ്രാപിച്ചു. അവന്റെ പാപത്തെ കഴുകി കളഞ്ഞപ്പോൾ അവന്റെ ആത്മകണ്ണുകളെ സ്വർഗം തുറക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് അവൻ ഈ സത്യം ഗ്രഹിക്കാൻ കഴിയാതെ വരുന്നതിനുള്ള പ്രധാന കാരണം? ആമേൻ. നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം, അതിന്റെ 3-ാം അധ്യായത്തിന്റെ അകത്ത് അതിന്റെ 16 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് സുപരിതമായ വാക്യങ്ങളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം തിരുവഴുത്തിന്റെ എന്താ പറഞ്ഞ ഒരു കീ സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ 3:16 അല്ലേ താക്കോൽ വാക്യം എന്ന് പറയുന്നത്. ഈ 3:16. എന്നാൽ ഈ വാക്യം പറയുമ്പോൾ ഈ വാക്യത്തിന് ശേഷം പറയുന്നത് നിക്കോദിമോസിനോട് പറയുന്ന രംഗത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്ന രംഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവിടെ അവിടെ അടുത്ത വാക്യം വയ്ക്കുന്ന അവനിൽ വിശ്വസിക്കുന്ന ആ ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല. 17-ാം വാക്യം, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. 18-ാം വാക്യം, അവനിൽ വിശ്വസിക്കുന്നതിന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ എരിവ് വരുന്നറിയാമോ? പുത്രനെ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, പുത്രനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പോൾ അനേകർ പുത്രനായ യേശുക്രിസ്തു വിശ്വസിക്കാത്തതിന് കാര്യം കർത്താവായ യേശുക്രിസ്തു തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദൈവപുത്രൻ വിശ്വസിക്കാത്തത്? എന്തുകൊണ്ടാണ് സത്യത്തിലേക്ക് വരാത്ത? അടുത്ത വാക്യം വായിച്ചേ. വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ
വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ സ്വതം അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. കണ്ടോ അവിടെ വായിക്കുന്നത് സ്വതം ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. അപ്പൊ വെളിച്ചത്തെക്കാൾ അധികമായി ഇരുളിനെ സ്നേഹിക്കുന്നവർ സ്വതം ഒരിക്കലും സ്വതം ഹല്ലേലൂയ സത്യത്തിലേക്ക് വരികയില്ല. കാര്യം അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം ശ്രദ്ധിക്കണം. അവിടെ പറയുന്ന സ്വതം വെളിച്ചത്തെക്കാൾ സ്നേഹിച്ചത് തന്നെ. അടുത്തത് തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. അപ്പൊ വെളിച്ചത്തെ പകയ്ക്കുന്നവർ സ്വതം തിന്മ പ്രവർത്തിക്കുന്നവരാണ്. ദുഷ്പ്രവർത്തിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നവരാണ്. അവരെന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെടാത്തത്? കാര്യം അവരുടെ ചെയ്തികൾ, അവരുടെ പ്രവർത്തികളെ വിടാൻ അവർക്ക് മനസ്സില്ല. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും ഈ നിക്കോദിമോസിനോട് പറയുമ്പോൾ നിക്കോദിമോസ് അറിവുള്ളവനാണ്. അവൻ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിട്ട് ഇരിക്കാനും ഉപദേഷ്ടാവായിട്ടൊക്കെ ഇരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഒരിക്കലും ദൈവസന്നിധിയിൽ വന്ന് പഠിക്കാൻ തക്കവണ്ണം താഴ്മ ധരിക്കാൻ അവർക്ക് മനസ്സില്ല. മനസ്സിലാക്കണം, ദൈവസന്നിധി വരുമ്പോൾ നമ്മൾ പലതും വിട്ട് ദൈവസന്നിധിയിലേക്ക് താഴുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ക്രമീകരിക്കുന്ന വിധങ്ങളിൽ നമ്മൾ സന്തോഷിച്ച് മുന്നേറണം. പക്ഷെ അതിനെ സന്തോഷിക്കാത്ത ഒരു വ്യക്തി ഒരിക്കലും വെളിച്ചത്തിലേക്ക് വരികയില്ല. എന്താണ് ആ വാക്യം? നമ്മൾ ആ വാക്യം ഒന്നും കൂടെ വായിക്കാം. തിന്മ പ്രവർത്തിക്കുന്നവൻ കണ്ടോ, തിന്മ പ്രവർത്തിക്കുന്നവൻ. എന്തുകൊണ്ടാണ് തിന്മ പ്രവർത്തിക്കുന്നത്? തിന്മ പ്രവർത്തിക്കുന്നതിന് കാരണം അവർ വെളിച്ചത്തെ സ്നേഹിക്കാൻ തയ്യാറല്ല, സത്യത്തെ സ്നേഹിക്കാൻ തയ്യാറല്ല, ന്യായത്തെ നീതിയെയും ദൈവം വെച്ചിരിക്കുന്ന വിശുദ്ധമായ വ്യവസ്ഥകളെ അംഗീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് അവർക്ക് തിന്മയെ അംഗീകരിക്കുന്നതാണ് കൂടുതൽ എളുപ്പം. തിന്മയെ സ്നേഹിക്കുന്നതാണ് കൂടുതൽ എളുപ്പം. ഇരുട്ടിനെ സ്നേഹിക്കുന്നതാണ് കൂടുതൽ എളുപ്പം. ഇരുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പകലും രാത്രിയുമുള്ള ആ ഇരുട്ടിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, പാപത്തെ കുറിച്ചാണ് പറയുന്നത്. പാപത്തേക്കാൾ, നീതിയുള്ള ജീവിതത്തെക്കാൾ പാപ ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കും. ഈ ലോകത്തിന്റെ ഒരു പ്രശ്നം ഇതാണ്. ഈ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് ഈ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതുമായ ഈ ലോകത്തിനും അനുരൂപപ്പെട്ടതല്ല ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. അതുകൊണ്ട് ഈ ലോകപ്രകാരം പോകാത്തവൻ മാത്രമേ ദൈവസന്നിധിയിലേക്ക് വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. ചിലരൊക്കെ സുവിശേഷം പറഞ്ഞു കഴിയുമ്പോൾ ഇരുന്ന് ഇങ്ങനെ ഇന്ന് വളരെ ഭാരപ്പെടുന്നു കണ്ടിട്ടുണ്ട്. പറഞ്ഞു കഴിയുമ്പോൾ അങ്ങോട്ട് പ്രസംഗിക്കുന്ന അല്ലെ ഉപദേശിക്കുന്ന നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി വരട്ടെ എന്നുള്ള രീതിയിലാണ് പലരും കേൾക്കുന്നത്. അല്ലാതെ അവനവന്റെ പ്രവൃത്തി ദോഷമുള്ളതാന്ന് പറഞ്ഞാലും അത് കേൾക്കുകയും മനം തിരികുകയും ചെയ്യാത്ത എത്ര പേര് നമ്മുടെ ചുറ്റുമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് എന്തുകൊണ്ടാണ് അവർ വരാത്തത്? ഒരു കാരണമുള്ളൂ, അവരുടെ പ്രവൃത്തി ഇരുട്ടിലിരിക്കുകയാണ്. പാപത്തെയാണ് അവർക്കിഷ്ടം, തിന്മയാണ് ഇഷ്ടം. നീതി ന്യായത്തെക്കാൾ അവർക്ക് തിന്മയാണ് കൂടുതൽ പരിചയം. ആമേൻ. അടുത്ത വാക്യം എന്താണ് വായിച്ചേ? തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. കണ്ടോ, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. കണ്ടോ, വെളിച്ചത്തെ പകയ്ക്കുക. അതുകൊണ്ടാണ് പാപപരിഹാരത്തിന് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. മുഴു ലോകത്തിന്റെ പാപപരിഹാരത്തിന് പുത്രന്റെ മേല് പിതാവായി ദൈവം പാപത്തെ ചുമത്തി അവനെ കാൽവറിയിൽ തകർത്തപ്പോൾ അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുവാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരുവാനും പാപമോചനം നൽകുവാനും തക്കവണ്ണമാണ് ക്രിസ്തു കാൽവറിയിൽ മരിച്ചത് എന്ന് പറയുമ്പോൾ അവന്റെ മരണത്തിലേക്ക് പങ്കാളിയാകണം. എന്റെ അകൃത്യത്തിന് വേണ്ടി അവൻ മരിച്ചത് ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ മനസ്സില്ലാത്തതിന് കാരണം ആ മാർഗത്തിൽ പോകുന്നതിലും എളുപ്പം ഈ ലോക സുഖത്തിനാണ് പ്രാധാന്യം ചിലരുടെ ജീവിതത്തിന്. അതുകൊണ്ട് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കണമേ, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. കാര്യം ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ ഊളിയിട്ട് ഇറങ്ങിയപ്പോൾ ദൈവത്തിന്റെ മഹാകൃപയാണെന്ന് ഓർക്കണം. നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവമാ ക്രിസ്തുവാകുന്ന പാറമേൽ കർത്താവ് നിർത്തിയത്. പലതും ലോകമാകുന്ന ഈ നാശം പല നിലവാരത്തിൽ ഒഴുകി ഒഴുകി നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ ഇതിന്റെ നടുവിൽ നിന്നല്ലേ നമ്മെ കർത്താവ് രക്ഷിച്ചത്. ഇത് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും അവൻ മാത്രമാണ് ഏക രക്ഷകൻ
രക്ഷകനെന്ന് തിരിച്ചറിയുവാനും തക്കവണ്ണം കർത്താവ് നമ്മുടെ ആത്മ കണ്ണുകളെ പ്രകാശിപ്പിച്ചത് കൊണ്ടാണ് നാം സ്വന്തം ഇന്ന് രക്ഷിക്കപ്പെട്ടു വരുവാൻ ഇടയായി തീർന്നത്. നമ്മുടെ പ്രവർത്തികൾ കാരണമല്ല, ഇത് കൃപയാണ്. ആ കൃപ ഞാൻ എങ്ങനെ തിരിച്ചറിഞ്ഞു? അവന് പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഞാൻ തിരിച്ചറിഞ്ഞു ദൈവം കൃപയുള്ളവനാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം ദയ ചെയ്യുന്നവനാണ്, മഹാദയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ് നമ്മുടെ ദൈവം. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ. അപ്പൊ ഒരു പ്രശ്നമുണ്ട്. ഇത് ഈ എന്താ പറയുന്നത്, നമ്മളുടെ അഭിമാന വിഷയമുണ്ട് ഇതിന്റെ. തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ. കാര്യം ഒരുവൻ പാപിയാണെന്ന് വലിയ അഭിമാനി കേട്ടാ വലിയ ഭാരമാണ്. ഞാൻ ഇത്രയും വർഷം പ്രായം 60, 70, 80 ആയി. ഇപ്പോ എനിക്ക് പ്രായമായിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് കുറവുണ്ടെന്നോ, അപ്പൊ ഇത്രയും നാളും ഞാൻ ജീവിച്ചോ, അതാണ് മനുഷ്യന്റെ അവസ്ഥയെന്ന് ക്രിസ്തു തന്നെ പറഞ്ഞേക്കുകയാണ്. എന്താണ് ആ ഭാഗം പറയുന്നത്? തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കും. കണ്ടോ, ആക്ഷേപം വരും. ശ്രദ്ധിക്കണം കേട്ടോ. മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുന്ന ഒരു ദൈവ പൈതലിന് പരിശുദ്ധാത്മാവ് അവന്റെ മുൻപേ അവന് നടന്നതും പോയതുമായ വഴികളെ കുറിച്ച് പരിശുദ്ധാത്മാവിന് ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് വരുമ്പോ എന്തൊക്കെ സംഭവിക്കും? പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം വരും. അപ്പോ മുമ്പേ നടന്ന നടപ്പിനെ കുറിച്ച്, അല്ലെ, അതിൽ പാപത്തിന്റെ നടപ്പുകളുണ്ട്. അപ്പോൾ ആ പാപകരമായ നടപ്പിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധം വരുത്തുമ്പോൾ അവൻ അത് കേൾക്കാൻ തക്കവണ്ണം ത്രാണിയില്ലാത്തവരുണ്ട്, അത് അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരുണ്ട്, അത് വേണ്ടെന്ന് വെച്ച് തിരസ്കരിക്കുന്നവരുണ്ട്. എന്താ കാരണം? അവന്റെ പ്രവൃത്തിക്ക് ദോഷം വരരുത്. അങ്ങനെയാണ് ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ. ആക്ഷേപം കണ്ടോ? അപ്പോ ആക്ഷേപം ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ സ്തോത്രം, ഒരുവന്റെ നടപ്പിലെ ദൂഷ്യം നിമിത്തം ദൈവാത്മാവ് ഇടപെടും. മകനെ, നിന്റെ വഴിയിൽ, നിന്റെ സംസാരത്തിൽ കുറവുണ്ട്, നിന്റെ ചിന്താഗതിക്കകത്ത് തെറ്റുണ്ട്, നിന്റെ പ്രവർത്തികളിൽ കുറവുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ സ്തോത്രം, ഇങ്ങനെ തന്റെ പ്രവർത്തിക്ക് ആക്ഷേപം വരുമെന്നുള്ള ഭാരപ്പെടുന്നവർ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ അനുസരിക്കത്തില്ല. സ്തോത്രം. അതിനു മുമ്പായിട്ട് തന്നെ അങ്ങനെയുള്ളവർ രക്ഷിക്കപ്പെടുകയുമില്ല. രണ്ട് കാറ്റഗറിപ്പെട്ടവരെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞത്. ദൈവകൃപയിലേക്ക് വന്ന് അഭിഷേകം പ്രാപിക്കാത്തവർ. എന്തുകൊണ്ടാണ് അഭിഷേകം പ്രാപിക്കാത്തവര്? അവരുടെ എല്ലാ കുറവുകളെയും പരിശുദ്ധാത്മാവ് നീക്കേണ്ടതിന് അവരെ പ്രബോധിപ്പിക്കും പരിശുദ്ധാത്മാവ്. പക്ഷെ അവരത് കേൾക്കാൻ താല്പര്യപ്പെടാത്തവർ എവിടെയുണ്ട്? സഭയ്ക്കകത്തുണ്ട്. ആമേൻ. ഈ നിക്കോദിമോസ് ആരാ? ഉപദേഷ്ടാവാ. വെറുതെ വഴി കൂടെ പോകുന്നവന്, ആഴ്ച പള്ളി പോകുന്നവനല്ല. പിന്നെയോ അവൻ അവിടെ കിടക്കുന്നവൻ എവിടെ? സ്തോത്രം. ഹല്ലേലൂയ. റബിമാരുടെ കൂടെ നടക്കുകയും സ്തോത്രം എല്ലാ പ്രവർത്തികളും ആലയത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുകയും അതുപോലെ തന്നെ സ്തോത്രം അവിടെ എല്ലാ ഒരു ടീച്ചറായിരിക്കുന്ന എല്ലാ ഫീൽഡിലും ന്യായപ്രമാണമായിട്ട് നല്ല റിലേഷൻ ഉള്ളവരാണ്. ആര്? നിക്കോദിമോസ്. അപ്പൊ ആ നിക്കോദിമോസ് സ്തോത്രം വെറുതെ ഉള്ള ഒരുത്തനല്ല. അപ്പോ അവരെ കുറിച്ച് പറയുന്ന ഭാഗം എന്താണ്? ഇപ്പൊ വായിച്ച വാക്യം. ആക്ഷേപം വരാതിരിക്കുവാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. അപ്പൊ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. കണ്ടോ, വെളിച്ചത്തിലേക്ക് വരാത്ത ആരാണ്? ഇങ്ങനെയുള്ളവരാണ്. അവർ ന്യായവും നീതിയും നന്മയൊന്നും അനുഭവിക്കാൻ റെഡിയല്ല. ആമേൻ. അടുത്ത വാക്യം വായിച്ചോ. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാൽ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ദൈവത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നവൻ ആരാണ്? സത്യം പ്രവർത്തിക്കുന്നവനാണ്. ആമേൻ. നമ്മളിൽ വസിക്കുന്ന സത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സത്യമാണ്. അവൻ കാൽവറിയിൽ കാൽവറി മരണത്താൽ നേടിയെടുത്തതാണ്. ആ സത്യമാണ് നമ്മളിൽ വസിക്കുന്നത്. ആ സത്യം എന്താണെന്നറിയാവോ? മുഴു ലോകവും പാപത്തിൽ കിടക്കുന്നു. അവർക്ക് രക്ഷപ്പെടുവാൻ പ്രാപ്തി ഇല്ലാതിരിക്കുമ്പോൾ ദൈവം ഒരു പദ്ധതി ഇടുന്നു. തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയക്കുന്നു. ഏകജാതൻ നിമിത്തം, ക്രിസ്തു നിമിത്തം ലോകത്തിന് പാപത്തിന് പരിഹാരം വരുത്തുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരുവനും പ്രാപ്തിയുള്ളവനില്ല. എല്ലാവരും അന്ധകാരത്തിന് കീഴ് അടഞ്ഞു കിടക്കുമ്പോഴാണ് ഉയരത്തിൽ ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നത്. ആ ലോകത്തിലേക്ക് ദൈവപുത്രൻ വന്നതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിയാണെന്ന് അംഗീകരിക്കുന്നവൻ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നത് മുഴു ലോകവും പാപത്തിന് കീഴാണ്. ഇവിടെ ഡീസന്റ് ഒരുത്തരുമില്ല, നല്ലവൻ ഒരുത്തരുമില്ല, യോഗ്യൻ ഒരുത്തരുമില്ല. ചിലർ പറഞ്ഞു ഞങ്ങൾ നല്ല കുടുംബത്തിൽ പിറന്നതാണ്, അത് അങ്ങനെ ഒരുത്തരുമില്ല.
മനസ്സിലാകുന്നുണ്ടോ? എല്ലാ പാപത്തിലായിരുന്നു. അപ്പൻ അപ്പൂപ്പന്മാര് സകല പാപവും ചെയ്ത് തലതിരിഞ്ഞ് നടന്നപ്പോൾ, അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് അവർക്ക് ബോധമില്ലാതിരുന്നപ്പോൾ, ലോകത്തിലേക്ക് ഇറങ്ങി വന്നവൻ നിമിത്തമല്ലാതെ, ക്രിസ്തു നിമിത്തമല്ലാതെ വേറൊരു നാമത്തിലും മനുഷ്യർക്ക് പാപബോധം നൽകുകയില്ലായിരുന്നു. ആമേൻ. അപ്പോൾ അതിന് പ്രാപ്തി നേടിയത് ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു എന്ന നാമം മാത്രമേ ഉള്ളൂ. വായിച്ചടുത്തത്. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുന്നു. അപ്പൊ സത്യം പ്രവർത്തിക്കുന്നവന്റെ പ്രവൃത്തി അവൻ ദൈവത്തിലാണ് ചെയ്തിരിക്കുന്നത്. അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. അപ്പൊ അത് വെളിപ്പെടേണ്ടതിന് അവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്, സ്തോത്രം, താൻ ക്രിസ്തുവിനെ അംഗീകരിച്ച് കർത്താവിന്റെ വചന നിമിത്തം ജീവിക്കുന്നവൻ എല്ലാ പ്രവൃത്തിയും വെളിച്ചത്തിൽ ചെയ്തിരിക്കുകയാണ്. അവൻ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ജീവിതം ക്രിസ്തുവിനായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രതിഫലം എനിക്ക് സ്വർഗത്തിലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ശേഷം കാലവും വെളിച്ചത്തിലിരിക്കണം. ന്യായവും നീതിയിലും സകല നന്മയിലും നാം മുമ്പോട്ട് പോയെങ്കിലേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തിന്മയുള്ള ഈ ലോകത്തില് നന്മ പ്രവർത്തിക്കേണ്ടതിന് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഏക സത്യനാമമാകുന്ന യേശു ക്രിസ്തുവിൽ എല്ലാ പ്രവർത്തികളും ശരണപ്പെട്ട് ചെയ്തിരിക്കും. അവർ മനുഷ്യരോട് കടപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിന്റെ അകത്ത് പറയുന്നത്, നിങ്ങൾ മനുഷ്യർക്ക് ദാസന്മാരാകരുത്. ഹല്ലേലൂയ. മനുഷ്യർക്ക് ദാസന്മാരാകരുത്. ഞാനിപ്പോൾ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്, മറക്കണ്ട, മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് നമുക്കൊന്ന് എടുക്കാം. അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം. സ്തോത്രം. ഹല്ലേലൂയ. 12-ാം അധ്യായം അതിന്റെ സ്തോത്രം അതിന്റെ 27 മുതലുള്ള വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ അതിനു മുമ്പായിട്ട് നമ്മൾ വായിച്ച എടുത്ത് വായിക്കണം. എന്നാൽ ഞാൻ ആ ഗലാത്യ ലേഖനത്തിൽ 2 വാക്കും കൂടെ പറയട്ടെ. ഗലാത്യ ലേഖനം എന്താ പറയുന്നത്? ദുരുപദേശത്തിലേക്ക് പത്രോസ് പോയി. ദുരുപദേശത്തിലേക്ക് പൗലോസിന്റെ ശിഷ്യന്മാരെ വഴിതെറ്റിച്ചു. ഇവൻ ചെയ്യുന്നതിനെ കുറിച്ച് പത്രോസിന് ആ നേരത്ത് തിരിച്ചറിവില്ല. സഭയ്ക്കകത്ത് ഭിന്നത ഉണ്ടാക്കാൻ പത്രോസ് റെഡിയാകുകയാണ്. അവൻ അതിന്റെ വീഴ്ചയുടെ ആഘാതമോ ഇതിന്റെ പരിണിത ഫലത്തെ കുറിച്ച് ചിന്താശേഷി ഇല്ലാതെ പോവുകയാണ്. ആ പത്രോസിനെ പൗലോസ് ശാസിക്കണമെന്നുണ്ടെങ്കിൽ ഗലാത്യ ലേഖനത്തിന്റെ അകത്ത് അടിസ്ഥാനപ്പെട്ട് എഴുതി വെച്ചിരിക്കുന്നു, നീ മനുഷ്യരെ പ്രസാദിപ്പിക്കരുത്. ക്രിസ്തീയ ജീവിതം മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതല്ല. ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റ് ചെയ്ത ആ വ്യക്തിക്ക് എന്തെങ്കിലും ഭാരം തോന്നുമോ എന്ന് വിചാരിച്ചുകൊണ്ട് നീ സത്യം പറയാതെ നാവിനെ അടക്കി വെക്കുന്നതാണെങ്കിൽ നീ ദൈവത്തിന് കൊള്ളാവുന്നവനല്ല. മനസ്സിലാക്കണം. ആളുകളെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ടും നീ സംസാരിക്കുന്നില്ല. അവരുടെ മുഖം നോക്കുന്നു, അവരുടെ പദവി നോക്കുന്നു, അവരുടെ പണം നോക്കുന്നു, അവരുടെ സ്വാധീനം നോക്കുന്നു. ഇത് നോക്കി നിന്റെ നാവ് സത്യം സംസാരിക്കുന്നില്ലേ? മകനെ മകളെ, നീ ദൈവത്തിന് കൊള്ളാവുന്നവനല്ല, നീ മനുഷ്യന് മാത്രമേ കൊള്ളത്തുള്ളൂ. ഇവിടെ പറയുന്ന ക്രിസ്തുവിന്റെ ദാസനായിരിക്കും. നാം ദൈവത്തിന്റെ ദാസനാകുന്നു എന്ന് നാം തിരിച്ചറിയണം. എന്റെ പ്രസംഗം, എന്റെ പാട്ട്, ആരാധനകള്, എന്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വരങ്ങള്, എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന വെളിപ്പാടുകള്, ഇത് ഞാൻ സ്തോത്രം ഹല്ലേലൂയ ഇതിനൊത്തവണ്ണം ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഇരുന്ന് നിനക്ക് സത്യത്തെക്കുറിച്ച് ബോധം വരുത്തും, ന്യായത്തെക്കുറിച്ച് ബോധം വരുത്തും. പലതിനെ കുറിച്ച് തിരിച്ചറിവ് വരുന്ന നീ സ്തോത്രം ഹല്ലേലൂയ തെറ്റായ മാർഗത്തിലേക്ക് പോകാതെ കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ മാത്രമേ നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയത്തുള്ളൂ. ഒന്ന്. രണ്ടാമത്, മനുഷ്യരുടെ മുഖം നോക്കാതെ ഏൽപ്പിച്ചിരിക്കുന്ന വെളിപ്പാടിനൊത്തവണ്ണം നീ മുന്നേറുകയും ചെയ്യണം. ആമേൻ. ഉത്തരവാദിത്വം വളരെയേറെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ വായിച്ചു, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് ദാസനായിരിക്കുകയില്ല. ആമേൻ. സ്തോത്രം. ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പല തെറ്റുകളും. സഭയ്ക്കകത്താകട്ടെ പല തെറ്റുകൾ കാണുമ്പോഴും അത് പറയാത്ത പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അനുകൃത്യത്തിന് കൂട്ടു നിൽക്കുന്ന വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ന്യായം മറച്ചു വെക്കാൻ വേണ്ടി കൂട്ടുകെട്ട് വരുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ഒരു കാര്യമേ ഉള്ളൂ, അവര് ദൈവത്തിന്റെ ദാസനാകാനോ ദൈവത്തിന്റെ മക്കളാകാനോ അവർക്ക് താല്പര്യമില്ല. അതിലും അവർക്ക് എളുപ്പം, അതിലും അവർക്ക് സുഖം എന്ന് പറയുന്നത് ലോകത്തോടു കൂടെ ഇരിക്കുക, അന്യായത്തോടു കൂടി ഇരിക്കുക, മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം സാഹചര്യത്തെ നോക്കിയല്ല. നമ്മുടെ കർത്താവ് ദൈവപുത്രനാണെങ്കിൽ ദൈവപുത്രന്റെ ക്വാളിറ്റി ഭൂമിയിലും ദൈവപുത്രൻ കാണിച്ചു. നാം ദൈവമക്കളാണെങ്കിൽ ദൈവമക്കളുടെ ക്വാളിറ്റി കാണിക്കണം.
നാം ദൈവമക്കളാണോ? ദൈവമക്കളുടെ ക്വാളിറ്റി കാണിക്കാൻ നമുക്ക് നമ്മുടെ മേൽ സ്തോത്രം ഹല്ലേലൂയ നിർബന്ധം കിടക്കുകയാണ്. നമ്മൾ കാണിക്കുന്നുണ്ടോ? നാം ദൈവമക്കളാണെങ്കിൽ അതിനൊത്തവണ്ണം പ്രവർത്തിക്കുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ടോ? നാം മനുഷ്യരുടെ മുഖം നോക്കരുത്. പീലാത്തോസിന്റെ മുമ്പിൽ കർത്താവിനെ കൊണ്ടേ നിർത്തി. പീലാത്തോസ് പലതും ചോദിച്ചു, മറുപടി പറഞ്ഞില്ല. കാരണമല്ലേ, എല്ലാത്തിനും മറുപടി പറയേണ്ട കാര്യം ആർക്കില്ല? കർത്താവിനില്ല. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവൻ എത്ര വലിയവനാണെങ്കിലും നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ദൈവമകൻ ദൈവമകൾ എന്നുള്ള സ്റ്റാറ്റസിലാണ് ദൈവം നമ്മളെ പണിതിരിക്കുന്നത്. അത് മറന്നു പോകരുത്. ഭൂമി പല സ്റ്റാറ്റസും കാണും. അതൊക്കെ ഈ ലോകം കൊണ്ട് അവസാനിക്കും, അല്ലെങ്കിൽ കുറച്ച് നാൾ കൊണ്ട് അവസാനിക്കും. ഇന്നേക്കൊരു 100 വർഷം മുമ്പ് പ്രബലപ്പെട്ട പല കുടുംബങ്ങളും ഭൂമിയിലില്ല. ഇന്നേക്ക് 100 വർഷം മുമ്പ് പ്രബലപ്പെട്ട പല പ്രസ്ഥാനങ്ങളും ഭൂമിയിലില്ല. ഇന്നേക്ക് 100 വർഷം മുമ്പ് അറിയപ്പെട്ട പലരും ഭൂമിയിലില്ല. കാരണം എന്താണ്? ഈ ഭൂമിക്ക് മാറ്റം കൊണ്ടിരിക്കും. ഇന്ന് പ്രബലരായിരിക്കുന്ന പലരും നാളെ കാണത്തില്ല. ഇന്ന് ഉന്നതമാകുന്ന പലരും നാളെ ചവറ്റുകൊട്ടയിൽ എറിയാനിരിക്കുകയാണ്. അതാണ് ഈ ലോകത്തിന്റെ വ്യവസ്ഥ. ഇവിടെ മാറ്റമില്ലാതെ തുടരുന്നത് ആ പരിശുദ്ധ നാമമാകുന്ന യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. ആ നാമം ധരിച്ചിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ലഭിച്ചിരിക്കുന്ന ആ ഉന്നത പദവി മാത്രമാണ് മാറ്റമില്ലാതെ ഭൂമിയിലുള്ളൂ. കരങ്ങൾ ഉദ്യോഗത്തിന് മൗതപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ തന്നെ നമ്മൾ എടുക്കുവാൻ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം സ്തോത്രം ഹല്ലേലൂയ അതിന് 27 മുതൽ ഒന്ന് വായിച്ചേ. ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇവിടെ ഒരു കാര്യം നമുക്ക് തുടർന്ന് വായിക്കാം. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പിതാവിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന ഒരു അപേക്ഷ നമ്മൾ കാണുകയാണ്. തുടർന്ന് നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ അപേക്ഷയിൽ കർത്താവ് പറയുകയാണ്, കർത്താവേ, ഭാഗം ഇപ്പോൾ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ 27 ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവ് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്റെ ഉള്ളം കലങ്ങിയിരിക്കുകയാണ്. അടുത്ത വാക്യം ശ്രദ്ധിക്കണം, ഞാൻ എന്തു പറയേണ്ടു. കണ്ടോ, അപ്പോൾ അവിടെ സംസാരിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവന്നു. ഇതേ സാഹചര്യത്തോടെ ഞാനും നിങ്ങളും പോകാം. ഉള്ളം കലങ്ങുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. സംസാരിക്കുവാൻ കഴിയാത്ത സാഹചര്യം നമ്മൾ ഇരിക്കേണ്ടതായിട്ട് വരും. അത് ദൈവഹിതമല്ലെന്നല്ല പറയുന്നത്. ഇവിടെ ക്രിസ്തു എന്താ പറയുന്നത്? ഈ 2 സാഹചര്യം, ഒന്ന് ഉള്ളം കലങ്ങി, 2 സംസാരിക്കാൻ കഴിയാത്ത അനുഭവത്തിൽ വരുന്നു. ഇത് നമ്മൾ അനുഭവിച്ചപ്പോൾ ഇത് പൈശാചിക പോരാന്ന്. പൈശാചിക പോരല്ല ഇത്. ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഇത് 2ഉം കടന്നു വരും. ഉള്ളം കലങ്ങുന്ന അനുഭവം ഒന്ന്, രണ്ടാമത് സംസാരിക്കുവാൻ കഴിയാതെ മൗനമാകുന്ന അനുഭവം ഉണ്ട്. അവിടെ നിന്ന് നമ്മളങ്ങ് വലിയ ഹീറോ ആകരുത്. നമുക്ക് പ്രത്യേകതയൊന്നുമില്ല. ഇവിടെ നടക്കുന്നത് എന്നാന്നറിയാം, നിന്നെ ദൈവം പരിശോധിച്ച് കൊള്ളാവുന്നവളാക്കി ദൈവം തീർക്കുവാൻ ദൈവം എടുക്കുന്ന പദ്ധതിയാണ്. സംശയമുണ്ട്. അടുത്ത വാക്യം എന്താ വായിക്കുന്നത്? ആ വാക്യത്തിന് തുടർച്ച അവിടെ വായിക്കുന്നത് എന്ത് പറയണ്ടു? പിതാവേ, ഇവിടെ ശ്രദ്ധിക്കണം, ഈ നാഴികയിൽ നിന്ന്, ഈ നാഴികയുടെ പ്രത്യേകത എന്താണ്? ഉള്ളം കലങ്ങിയ നാഴിക ഒന്ന്, രണ്ടാമത് സംസാരിക്കുവാൻ കഴിയാത്ത നാഴിക 2. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, നീ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നീ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു, മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നീ ഏത് സാഹചര്യത്തിലൂടെ? ഉള്ള കലങ്ങുന്ന അനുഭവത്തിലൂടെ കടന്നു പോകും. അല്ലാതെ സന്തോഷമല്ല, അല്ലാതെ ഉല്ലാസമല്ല. അതൊക്കെ ജീവിതത്തിൽ കടന്നു വന്നാലും മനസ്സിലാക്കണം, ദൈവ പ്രവൃത്തിയിലേക്ക് കയറുന്ന സമയത്ത് ഉണ്ടാകുന്നത് ഉള്ളം കലങ്ങുന്ന അനുഭവത്തിലൂടെ കടന്നു പോകും. 2, നീ മൗനമാക്കപ്പെടുന്ന പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ വന്നെന്നും ഇരിക്കാം. ആമേൻ. എന്നാൽ അവിടെ മനസ്സിലാക്കണം, കർത്താവേ, ഈ നാഴികയിൽ നിന്നും ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കർത്താവ് പ്രാർത്ഥിക്കുന്ന നമ്മളെ പോലെ തന്നെ പ്രാർത്ഥിച്ചത്, കർത്താവേ, ഈ ഉള്ളം കലങ്ങിയ അനുഭവം എന്റെ ജീവിതത്തിൽ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അല്പം കഴിയുമ്പോൾ ഹല്ലേലൂയ ഞാൻ ഏൽപ്പിക്കപ്പെടുവാൻ പോകുകയാണ്. ഞാൻ ക്രൂശിക്കപ്പെടുവാൻ പോകുകയാണ്. പാപപരിഹാരം നിവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം പാപിയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കപ്പെടുവാൻ പോകുകയാണ്. എന്നാൽ ഏൽപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഏൽപ്പിക്കപ്പെടുന്നവൻ പൂർണ്ണ ഹൃദയത്തോടുകൂടെ വേണം ഏൽപ്പിക്കപ്പെടുവാൻ. അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എന്റെ ഉള്ളം കലങ്ങി. അടുത്തത് ഞാൻ മൗനമായി തീർന്നിരിക്കുന്നു. അടുത്തതാണ് പറയുന്നത്, കർത്താവേ, എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണമേ. അപ്പോൾ രക്ഷിക്കണമേ അപേക്ഷിച്ചു. അടുത്തതിന് മറുപടി വന്നത്, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുന്നത്, ഞാൻ ഈ നാഴികയിൽ വന്നിരിക്കുന്നു. ഈ നാഴിക, ഈ സാഹചര്യത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാനായിട്ട്
കഴിയത്തില്ല. എന്താ കാരണം? കാരണം ഇത് പിതാവിനാൽ സംഭവിച്ചിരിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധിയുടെ പിന്നില് സ്വർഗീയ പിതാവിന്റെ കരസ്പർശം ഉണ്ട് കേട്ടോ. മനസ്സിലാക്കണം. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല. പിതാവായ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല. ആ കഷ്ടതയിലൂടെ നമ്മളെ നടത്തുമ്പോൾ മനസ്സിലാക്കണം, നിന്റെ ഉള്ളം ദുഃഖത്താൽ നിറയുന്ന അനുഭവം വരുമ്പോൾ ഇത് പോരാണ്, വെല്ലുവിളിയാണെന്ന് പറഞ്ഞ് നീ വഴിതെറ്റുകയല്ല വരും. നീ ദുഃഖത്തിലേക്ക് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ, നീ ഭാരത്തിലേക്ക് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ, ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന കർത്താവ് പ്രതീക്ഷിക്കുന്നു. ദൈവം പ്രതീക്ഷിക്കുന്ന എന്താണ്? ഉടനെ കർത്താവേ എന്റെ വഴിക്ക് വിട്ടേക്കാന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? കർത്താവ് പ്രാർത്ഥിച്ചു, കർത്താവേ കഴിയും ഇത് എന്നിൽ നിന്ന്. അവിടെ പറയുന്നത് എന്താണ്? പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അല്ല, അവിടെ പുറകെ നമ്മൾ വായിച്ച് 27 തന്നെ വായിക്കാം. ഈ നാഴികയിൽ നിന്ന് തന്നെ അവിടെ ഞാൻ അടുത്ത വാക്യം പറഞ്ഞില്ലല്ലോ പറയാൻ. അടുത്ത് എങ്കിലും ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി നിമിത്തം നമ്മൾ ഇടുങ്ങിയ അനുഭവത്തിലൂടെ വരുമ്പോൾ നമ്മൾ ഉടനെ ദൈവത്തെ തെറ്റിദ്ധരിക്കരുത്, കർത്താവിനെ സംശയിക്കരുത്. ഇത് വേറെന്തോ സംഭവിച്ചു എന്ന് നമ്മൾ ഭയപ്പെടരുത്. ഇത് ദൈവത്താൽ സംഭവിക്കുന്നതാണ്. കാരണം നീ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടവനാണല്ലോ. നീ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നത് തീരുമാനിച്ചതല്ലേ. നീ മനുഷ്യനെ പ്രസാദിപ്പിക്കില്ലെന്ന് തീരുമാനിച്ച നീ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ, നീ ദുഃഖത്തിൽ ആണ്ടുപോകുമ്പോൾ നീ എന്തുകൊണ്ട് പരാതി പറയുന്നു? മനസ്സിലാക്കണം, നിന്റെ ജീവിതത്തിലെ അനുഭവത്തെക്കാൾ വലുതാണ് നിന്റെ സമർപ്പണം എന്നുള്ളത്. സമർപ്പിക്കപ്പെട്ടത് ദൈവനാമ മഹത്വത്തിനാണെങ്കിൽ ആ സമർപ്പണത്തെ സ്വർഗം പരിശോധിക്കുമ്പോൾ ദുഃഖം കടന്നു വരും, പ്രയാസം കടന്നു വരും, ഭാരം കടന്നു വരും. അപ്പോൾ നീ പറയണം, കർത്താവേ ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലായിരിക്കുകയാണ്. കാര്യം എനിക്ക് തിരിച്ചറിവുണ്ട്, ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്, ഇത് ദൈവം നടത്തുമ്പോൾ എന്റെ ജീവിതത്തിൽ വന്നതാണ്. അതുകൊണ്ട് ഇത് ഓർത്ത് ഞാൻ ഭാരപ്പെടേണ്ട കാര്യമില്ല എന്ന് തിരിച്ചറിവ് നിന്റെ ഉള്ളത്തിൽ നിനക്ക് ഉണ്ടായിരിക്കണം. വായിച്ചോ. ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. ഇവിടെ ശ്രദ്ധിക്കണം, പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്താണ് പിതാവിന്റെ നാമം മഹത്വപ്പെടുത്തുന്നത്? പിതാവിന്റെ നാമം മഹത്വപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പുത്രൻ തകർക്കപ്പെടണം, പുത്രൻ ഏൽപ്പിക്കപ്പെടണം. ഇത് പിതാവിന്റെ ഹിതമാണ്, പിതാവിന്റെ തിരുഹൃദയത്തിലെ പദ്ധതിയാണ്. തന്നെ മടിയിലിരുന്ന പ്രിയപുത്രൻ പാപിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെട്ട് അവരാൽ തകർക്കപ്പെടുക എന്നുള്ളത് പിതാവിന്റെ പദ്ധതിയാണ്. അത് പിതാവിന്റെ ഹൃദയത്തിലുള്ള പദ്ധതിയാണ്. അത് മഹത്വപ്പെടണം എന്ന് പറഞ്ഞാൽ പുത്രൻ ക്രൂശിക്കപ്പെടണം എന്നാണ് അപേക്ഷിക്കുന്നത്. പുത്രൻ തന്നെ അപേക്ഷിക്കുകയാണ്, നിന്റെ മഹത്വം വെളിപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അതിന്റെ റിസൾട്ട് കാൽവറിയിൽ ദൈവപുത്രൻ തകർക്കപ്പെടുക എന്നുള്ളതാണ് ആ അപേക്ഷിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആമേൻ. അടുത്ത് വായിച്ചേ. മഹത്വപ്പെടുത്തുകയും എന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടി ഉണ്ടായി എന്ന് പറഞ്ഞു. ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അതിന് യേശു, ഈ ശബ്ദം എന്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തം അത്രേ ഉണ്ടായത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു പറയുന്ന രംഗം. സ്തോത്രം. ഈ ശബ്ദം, അവിടെ ഒരു ഇടിയുണ്ടായി, ഒരു ശബ്ദം മുഴങ്ങി. എന്നാൽ പുത്രൻ കേട്ടത് പിതാവിന്റെ ശബ്ദമാണ്. എന്നാൽ പിതാവ് പരസ്യമായി സംസാരിച്ചപ്പോൾ ദൈവപുത്രന്റെ ചെവിയിൽ അത് ഞാൻ ഇനിയും മഹത്വപ്പെടുത്തുമെന്ന് കേട്ടപ്പോൾ സ്തോത്രം, വിളിക്കപ്പെടാത്ത വെറും മർത്യ മനുഷ്യരുടെ ചെവിയിൽ അത് ഇടിമുഴക്കമായിട്ടാണ് തോന്നിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വായിച്ചേ. യേശു, ഈ ശബ്ദം എന്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തം അത്രേ ഉണ്ടായത്. ഇവിടെ ശ്രദ്ധിക്കണം, ഇത് എന്റെ നിമിത്തമല്ല. കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. തന്റെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും പുത്രൻ നിമിത്തമല്ല വരുന്നത്, പിന്നെ ആര് നിമിത്തമാണ്? നിങ്ങളുടെ നിമിത്തം. ആ കൂട്ടത്തിൽ നമ്മളും ഉണ്ടെന്ന് മനസ്സിലാക്കണം. അവൻ ഒരിക്കലായി കഷ്ടം അനുഭവിച്ച ആ പ്രതിസന്ധിക്കത്തൂടെ കടന്നു പോകുമ്പോൾ തന്റെ ജീവിതത്തിൽ നടന്ന ഏതൊരു നിസാര കാര്യത്തിന് പിന്നിലും ഇത് നമ്മോട് ഇടപെടേണ്ടതിന് പുത്രൻ അങ്ങ് ഒരിക്കലായിട്ട് അനുഭവിച്ചതും ഒരിക്കലായിട്ട് സ്തോത്രം കണ്ടതുമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഇത് നമ്മെ വിചാരിച്ചുകൂടെയാണ് പുത്രനാകുന്ന യേശു ക്രിസ്തു കാൽവറിയിൽ ചെയ്തെടുത്തത്. ആമേൻ. അടുത്തത് വായിച്ചേ. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. അത് നമ്മൾ വായിച്ചു. സ്തോത്രം.
സ്വതം അതിന്റെ സ്വതം അതിന്റെ 36 മുതൽ ഒന്ന് വായിച്ചേ. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കൾ ആകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിക്കുവേൻ എന്ന് പറഞ്ഞു. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടുമറഞ്ഞു. അവർ കാണെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവായ യേശുക്രിസ്തു നേരിട്ട് പറയുന്നത് ഇത്രമേൽ അടയാളങ്ങൾ ചെയ്തിട്ട്. യോഹന്നാൻ ഈ ഭാഗം എഴുതുന്ന സമയത്ത് യോഹന്നാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്, ഇത്രമേൽ അത്ഭുതങ്ങൾ ചെയ്തിട്ട് ഇവര് വിശ്വസിക്കാൻ തയ്യാറല്ല. അവിടെ പറയുന്ന നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിക്കുവിൻ. അടുത്ത വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞു. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടുമറഞ്ഞ് അവർ കാണെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിഴുങ്ങാതെ വായിക്കണം. ആമേൻ. സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, സ്തോത്രം, കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ ചെയ്തതെല്ലാം നിമിത്തവും, സ്തോത്രം, ആ അടയാളങ്ങളെല്ലാം ദൈവപുത്രനെ ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു ഓരോ അടയാളങ്ങളും. എന്നാൽ അത് തിരിച്ചറിയാതെ വണ്ണം അവിടെ എന്തോ സംഭവിച്ചു. അടുത്ത വാക്യം വായിക്കുന്ന എന്താണ്? കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കുന്നു, കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവർത്തിയാകുവാൻ ഇടവന്നു. അപ്പോൾ ഒരു വചനത്തിന്റെ നിവർത്തി ശ്രദ്ധിക്കണം. ഇവിടെ പലതും സംഭവിച്ചാലും വിശ്വസിക്കാത്തവരുണ്ട്. ആമേൻ. യെശയ്യാ പ്രവാചകൻ പറയാണ്, കണ്ണുകൊണ്ട് കണ്ടിട്ടും ചെവി കൊണ്ട് കേട്ടിട്ട് ഗ്രഹിച്ചിട്ടും അവർ വിശ്വസിക്കുന്നില്ല. എന്താ കാരണം? അത് അങ്ങനെ ചിലരെ ദൈവം വെച്ചിരിക്കുന്ന. അടുത്ത വാക്യം വായിക്കുന്നത് അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാ വേറെടുത്ത് പറഞ്ഞത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ, 40-ാം വാക്യം, കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് ആര് ചെയ്യുന്ന കാര്യമാണ്? ഇത് പിതാവായ ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ്? അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികെ. അപ്പോ ദൈവപ്രവൃത്തിയുടെ റിസൾട്ട് ഈ 3 കാര്യമായിരിക്കണം. എന്തൊക്കെയാണ്? കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ. അപ്പൊ ഹൃദയം കൊണ്ട് ഗ്രഹിക്കണം. അനേകർ ഇന്ന് ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് ഗ്രഹിക്കത്തില്ല. വെറുതെ വന്ന് ഡെഡ് ബോഡി വന്ന് ഇരുന്നിട്ട് പോകുന്ന പോലെ, അനങ്ങുന്ന ശവം എന്നൊക്കെ പറയുന്ന പോലെ വന്നിരിക്കുന്ന വിശ്വാസികളുണ്ട്. കാര്യങ്ങൾ അറിയത്തില്ല, പഠിക്കുന്നില്ല, ഇതിനെക്കുറിച്ച് ഗ്രഹിക്കുന്നില്ല. എന്താ കാരണം? അവർ ദൈവത്തെക്കാൾ അധികമായി മനുഷ്യരെ ഭയപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കണം. ദൈവത്തെക്കാൾ അധികമായി മനുഷ്യരുടെ മാനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ചിന്തിക്കണം. അടുത്തത്, സ്തോത്രം, അവർ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. വെളിച്ചത്തെക്കാൾ അധികം അവർ ഇരുളിനെ സ്നേഹിക്കുകയാണ്. അവരുടെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് അവർ വീണ്ടും ഇരുളിലേക്ക് പോകുകയാണ്. എന്നാൽ വിശുദ്ധൻ തന്റെ പ്രവൃത്തി വെളിച്ചത്തിൽ ചെയ്യുന്നു. ഒരു വിശുദ്ധൻ തന്റെ പ്രവൃത്തി വചനത്തിന്റെ വെളിച്ചത്തിൽ ചെയ്യുമ്പോൾ അവൻ അതിന് പ്രതിഫലം ലഭിക്കേണ്ടതിന് അവൻ വീണ്ടും വെളിച്ചത്തിലേക്കാണ് വരുന്നത്, മറന്നു പോകരുത്. അപ്പോൾ അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ വെളിച്ചത്തിന്റെ അനുഭവം കൈമോശം വരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരങ്ങൾ ഒരു ദൈവത്തോട് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നു, ഹൃദയം തടിച്ചിരിക്കുകയാണ്. അല്ലെ? ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ ഞാൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം കണ്ടോ. ഇപ്പൊ ദൈവം സൗഖ്യമാക്കാതെ വേണം ചിലര് പോയാൽ അവരിതെല്ലാം കാണും കേൾക്കും, പക്ഷെ ഒരിക്കലും മാനസാന്തരപ്പെടുകയില്ല. അവരൊരിക്കലും ദൈവത്തെ അനുഭവിക്കാത്ത രീതിയിലേക്ക് മാറിപ്പോകും. നിക്കോദിമോസ് അങ്ങനെയാണ് സംഭവിച്ചത്. ആമേൻ. അവൻ സ്തോത്രം ഉപദേഷ്ടാവായിട്ടൊക്കെ വന്നു, പക്ഷേ കാര്യത്തോട് അടുത്ത് കഴിഞ്ഞപ്പോൾ അവൻ യാഥാർത്ഥ്യത്തിലേക്ക് വരുവാനായിട്ടുള്ള മനസ്സില്ലെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. വെളിച്ചത്തിലിരുന്ന് വേണം ദൈവത്തെ, സ്തോത്രം, ഹല്ലേലൂയ, സാക്ഷീകരിക്കുവാനായിട്ട്. വെളിച്ചത്തിന് മക്കളായിരിക്കണം. കർത്താവ് സ്തോത്രം സകല വിശുദ്ധ ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ
അവനെ കുത്തിത്തുളച്ചവരൊക്കെ കാണുമെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനെ കുത്തിത്തുളച്ചവര് ഭൂമിയിലുണ്ടെങ്കിൽ ദൈവമക്കളെ കുത്തിത്തുളച്ചവരും ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. അവരെല്ലാം കാണുകയായിരിക്കും ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം, അനേകര് ഈ പദ്ധതിയെ ഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഈ ലോകത്തെ ആശ്രയിച്ചിരിക്കുക, ആകാശത്തെ ഭൂമിയെയും 24 മണിക്കൂർ സമയക്രമത്തെയോ എല്ലാ കാലങ്ങളെയും അതാത് കാലങ്ങളിൽ അതാത് എല്ലാ നന്മകളും പ്രകൃതിയിൽ നിന്ന് കിട്ടും. ഇതൊക്കെ ആശ്രയിച്ചിരിക്കുന്ന മനുഷ്യ, നിന്നെ കീഴ്മേൽ മറിക്കുന്ന ന്യായവിധി ഭൂമിയുടെ മേൽ ഇറങ്ങി വരികയാണ്. അപ്പോഴൊന്നും തന്നെ ഭൂമിയിൽ ഒരു വിശുദ്ധനും ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു ദൈവവൈദ്യനും ഭൂമി കാണില്ലെന്ന് മനസ്സിലാകണം. ആമേൻ, ഹല്ലേലൂയ. അനേകർക്ക് അത് തിരിച്ചറിയാൻ സാധിക്കത്തില്ല ഇന്ന്. കാരണം അനേകരുടെ കണ്ണ് കാണാത്ത അനുഭവത്തിലിരിക്കുകയാണ്, അവരുടെ ഹൃദയം തടിച്ചിരിക്കുകയാണ്. ആമേൻ. ആ ഭാഗം ഒന്ന് വായിച്ചു നിർത്തിക്കേ. അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. അപ്പോ ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു അല്ലെ? അങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് മറ്റൊരു ഭാഗത്ത് ഇറങ്ങാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായത്തില്, ഈ 16-ാം അധ്യായം ദൈവശാസ്ത്ര വിഷയത്തില് മരണാനന്തര വിഷയവും ദൂതന്മാരുടെ ചരിത്രവും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷം എന്തൊക്കെ സംഭവിക്കും എന്നുള്ള വിഷയങ്ങൾ വളരെ ശക്തമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ലാസറിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ലാസറും ധനവാനെ കുറിച്ച് പറയുന്ന 16-ാം അധ്യായം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് അവൻ എങ്ങനെ ആയിരുന്നു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിനുള്ള കാരണങ്ങൾ ഏതൊക്കെ, അവൻ സ്വർഗത്തിൽ ചെന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ. സ്തോത്രം, ഈ ഭൂമിയിലെ വ്യവസ്ഥ നിത്യതയിൽ അതുപോലെ നിലനിൽക്കുന്നില്ല. ഭൂമിയിലെ വ്യവസ്ഥ ഒരുവനെ വിശുദ്ധനാക്കേണ്ടതിന് ഈ ഭൂമിയിൽ സ്വർഗീയ പിതാവ് തന്നെ വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്. അതിലൂടെ കടന്നു ചെന്ന് ദൈവരാജ്യം പ്രാപിക്കുന്ന ഒരു ലാസറിനെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ആ ലാസർ ഭൂമിയിൽ കഷ്ടത അനുഭവിച്ചപ്പോഴും ദൈവരാജ്യത്തിൽ ചെന്നപ്പോൾ അവൻ പിതാവിന്റെ സന്നിധിയിൽ സമാധാനം അനുഭവിക്കുകയാണ്. അപ്പോൾ അവന് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന അബ്രഹാമിനെ അവിടെ കാണുന്നുണ്ട്. അബ്രഹാമിന്റെ മടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കർത്താവ് അങ്ങനെ സംസാരിച്ചെങ്കിൽ മനസ്സിലാക്കണം, നമ്മൾ ഇവിടെ ഈ നിലവാരത്തിൽ പല യാഥാർത്ഥ്യങ്ങളും കൂടെ നമ്മൾ ഇതിന്റെ പിന്നിൽ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, നിക്കോദിമോസ് അത് അറിയുന്നില്ല. ആമേൻ. അതുപോലെ തന്നെ ഹൃദയം തടിച്ചിരിക്കുന്നു, കണ്ണ് കാണാത്ത അനേകർ അവിടെ വേറെ നിലനിൽക്കുകയാണ്. അവർ കർത്താവിലേക്ക് വരുന്നില്ല. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കണ്ടു, അവർ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുകയല്ല. പൗലോസ് പറഞ്ഞു, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നു, മനുഷ്യനിൽ നിന്ന് നല്ല പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചിട്ടുള്ളവര് ഒരിക്കലും സത്യം പറയില്ല. മനുഷ്യനിൽ നിന്ന് പണം പ്രാപിച്ചിട്ടുള്ളവർ പറയില്ല, അധികാരം പ്രാപിച്ചിട്ടുള്ളവർ പറയില്ല, സ്ഥാനമാനങ്ങൾ പ്രാപിച്ചിട്ടുള്ളവർ പറയില്ല. പക്ഷെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഇതിനൊക്കെ മീതെ ഉന്നതമായിട്ട് നിലനിൽക്കണം. ആമേൻ. ദൈവപുത്രൻ ഭൂമിയിലായിരിക്കുമ്പോഴും പീലാത്തോസിന്റെ ഹേരോദാവിന്റെ മുമ്പിൽ ആയിരിക്കുമ്പോഴും ദൈവപുത്രനാകുന്ന ക്രിസ്തുവിന്റെ സ്റ്റാൻഡേർഡ് ഉയർത്തിപ്പിടിച്ചിരുന്നു. മനസ്സിലാകുന്നു? അങ്ങനെയാണ് ദൈവമക്കളാകുന്ന നാമും അതേ ദൈവമക്കളാകുന്ന സ്റ്റാൻഡേർഡിൽ തന്നെ നമ്മൾ നിലനിൽക്കണം. ആമേൻ. സാഹചര്യത്തിന് വഴിപ്പെടുന്നതല്ല ക്രിസ്തീയ ജീവിതം, സാഹചര്യങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. ആമേൻ. അങ്ങനെ പഠിപ്പിക്കുകയും അങ്ങനെ ആചരിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേര് ഇന്ന് ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്തുണ്ട്. അങ്ങനെ അടിപ്പെട്ടു പോകാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് മുന്നേറണം. വർഷങ്ങൾക്ക് മുമ്പ് ദൈവസന്നിധിയിൽ വന്ന വ്യക്തിയാണ്, കർത്താവിന്റെ അരവ് ശിഷ്യനാകുന്ന ഒരു വ്യക്തിയായിരുന്നു. ശിഷ്യന്മാരിൽ ഏറ്റവും മൂത്തവനായിരുന്നു പത്രോസ്. അവന്റെ തെറ്റ് ആരും സംസാരിക്കത്തില്ലായിരുന്നു. ഈ 11-12 പേരിൽ യൂദാ പോയി, ബാക്കി 11 പേരില് ഈ പത്രോസിന്റെ എല്ലാവർക്കും പേടിയായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, ആരും പത്രോസിനോടൊന്നും പറയത്തില്ലായിരുന്നു. എന്നാൽ മനസ്സിലാക്കണം, പൗലോസിന്റെ ദൈവം ഈ പദ്ധതിയിലേക്ക് ഇറക്കിയപ്പോൾ കർത്താവിന്റെ കൂടെ ഇരുന്നതാണെന്നും വെള്ളത്തിന് മീതെ നടന്നവനാണെന്നും അല്ലെങ്കിൽ അവസാനം മഹാനിയോഗത്തിനായിട്ട് ഏൽപ്പിച്ച വ്യക്തിയാണെന്നോ ഒരു പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ട ഒരു വലിയ ശുശ്രൂഷ ചെയ്തവനാണെന്നുള്ള ഒരു പരിഗണനയും പൗലോസ് കൊടുത്തില്ലെന്ന് ഓർക്കണം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? എവിടുന്നാണ് ഈ അധികാരം കിട്ടിയത്? എവിടുന്നാണ് ഈ സ്വാതന്ത്ര്യം കിട്ടിയത്? അതാണ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് ചിന്തിക്കാം. കർത്താവ് സഹായിച്ച മടങ്ങി വരാം. വായിച്ചു തുടങ്ങാൻ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അകത്ത്. ഹല്ലേലൂയ. അവിടെ 16-ാം അധ്യായം വായിച്ചേ. സ്തോത്രം. അതിന്റെ 5 മുതൽ വായിച്ചേ. 16-ന്റെ 5 മുതൽ. 16-ന്റെ 5. പിന്നെ അവൻ
യജമാനന്റെ കടക്കാരിൽ ഓരോരുത്തനെ വരുത്തി ഒന്നാമത്തവനോട് നീ യജമാനനെ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 കുടം എണ്ണ എന്ന് അവൻ പറഞ്ഞു. അവൻ അവനോട് നിന്റെ കൈച്ചീട്ട് വാങ്ങി വേഗം ഇരുന്ന് 50 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു കാര്യവിചാരകനെ കാണിക്കുകയാണ് ദൈവം. ഈ കാര്യവിചാരകനെ ദൈവം കാണിക്കുമ്പോ ഇതിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് കാണണം. നമ്മൾ അതിന്റെ പുറകില് നമ്മൾ ഈ പറഞ്ഞ വാക്യത്തിൽ എന്തുകൊണ്ട് മനുഷ്യരുടെ മുഖം നോക്കുന്നവൻ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഇതാണ് നമ്മുടെ ബേസിക്കായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ഇന്ന് നമ്മൾ ഈ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷത്തില് 16-ാം അധ്യായം നമ്മൾ വായിച്ചു. അതിന്റെ പശ്ചാത്തലം സ്തോത്രം, അതിന്റെ 2 മുതൽ വായിക്കാം. അവനെ വിളിച്ചു, നിന്നെ കൊണ്ട് ഈ കേൾക്കുന്നത് എന്ത്? നിന്റെ കാര്യവിചാരകത്വത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. നീ ഇനി കാര്യവിചാരകനായിരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യവിചാരകൻ ഞാൻ എന്തു ചെയ്യേണ്ടു? യജമാനൻ കാര്യവിചാരകത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു. കിളയ്ക്കുവാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരക്കുവാൻ ഞാൻ നാണിക്കുന്നു. അവിടെ ഒന്ന് നിന്ന് ഇവിടെ 2 കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഒരു കാര്യവിചാരകനെ യജമാനൻ ഏൽപ്പിച്ച ദൗത്യം ചെയ്തിട്ടില്ല, അവൻ അലക്ഷ്യമായിട്ടത് കാണുകയും യജമാനൻ ആ സ്ഥിതിയിൽ നിന്ന് അവനെ നീക്കിക്കളയുകയും ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച ഭാഗം എന്ത് ചെയ്യണ്ട, ഇവന് ഒറ്റ പ്രശ്നമുള്ളൂ, ഇനി എങ്ങനെ ഞാൻ മുമ്പോട്ട് പോകും. 2 കാര്യമാണ് ഇവന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി. എന്തൊക്കെയാണെന്ന് അറിയാവോ? അവനെ പുറത്താക്കി കളഞ്ഞാൽ, അവന്റെ ആ പദവിയിൽ നിന്ന് അവനെ തള്ളിക്കളഞ്ഞാൽ കിളയ്ക്കുവാൻ എനിക്ക് പ്രാപ്തിയില്ല. കിളയ്ക്കുവാൻ അറിയത്തില്ല, ശാരീരികമായിട്ടുള്ള അധ്വാനിച്ച് ജീവിക്കാൻ അവൻ അറിയത്തില്ല. അടുത്തത് ഇരക്കുവാൻ ഞാൻ നാണിക്കുന്നു. അവന്റെ പദവി നഷ്ടപ്പെടുത്താൻ റെഡിയല്ല. ഈ 2 പ്രശ്നം വലിയ പ്രശ്നമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലും. ഒന്ന്, കിളയ്ക്കുവാൻ, അധ്വാനിക്കാൻ മനസ്സില്ല ഒന്നെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് അടുത്തത്? തെണ്ടാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ 2 കാര്യം പറഞ്ഞുകൊണ്ട് അടുത്തത് ഈ യജമാനന് പ്രയോജനം വരാത്ത ഇവൻ ചെയ്യുന്ന തീരുമാനം എന്നാണെന്നറിയാവോ? അവൻ കള്ളക്കണക്ക്, അഴിമതിക്ക് കൂട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ അഴിമതിയുടെ വഴി പോകാൻ പാടില്ല. അഴിമതി, ആത്മീയത്തിലുണ്ട് അഴിമതി. ആ അഴിമതി ആരോടാ ചെയ്യുന്നത്? ദൈവത്തോടാ ചെയ്യുന്നത്. ദൈവ സന്നിധിയിൽ അഴിമതി കാണിക്കുന്നവര്. ആമേൻ. കരങ്ങൾ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ആ ഭാഗം വായിച്ചേ. അപ്പോൾ കാര്യവിചാരകൻ ഞാൻ എന്തു ചെയ്യേണ്ടു? ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ചിന്തിക്കാൻ തുടങ്ങും. അടുത്തത്, യജമാനൻ കാര്യവിചാരകത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു. കിളയ്ക്കുവാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരക്കുവാൻ ഞാൻ നാണിക്കുന്നു. എന്നെ കാര്യവിചാരകത്തിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്താ എന്ന് എനിക്കറിയാം. അതായത് ഇവിടെ നിന്ന് പറഞ്ഞു, ഇവിടെ ഉള്ളം കൊണ്ട് പറഞ്ഞു. ഈ ഉള്ളം കൊണ്ട് പറയുന്നത് നമുക്കൊന്നൊരു വിശാലമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇവൻ ചിന്തിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ഈ യജമാനനെ സേവിച്ചില്ലേലും, ഈ യജമാനന് വേണ്ടി ഞാൻ പലതും ചെയ്താൽ എനിക്ക് നാട്ടുകാർ ശത്രുക്കളായിട്ട് തീരും, വീട്ടുകാർ ശത്രുക്കളായിട്ട് തീരും, കൂട്ടുകാർ ശത്രുക്കളായിട്ട് തീരും. അതാണ് ഈ യജമാനനെ സേവിച്ചാലുള്ള പ്രശ്നം. യജമാനനെ മാത്രം സേവിച്ചാൽ കിട്ടുന്നത് ഇതാണെങ്കിൽ അടുത്ത് എന്താ ചെയ്യേണ്ടത്? യജമാനന്റെ നിലപാട് വ്യക്തമായപ്പോൾ അടുത്തത് ഈ ദാസൻ ചെയ്യുന്ന പരിപാടി എന്നാണെന്നറിയാവോ? ഉടനെ എന്നെ ഇവിടെ ഏതായാലും പുറത്താക്കും, എന്നാ പിന്നെ ഞാൻ എന്നാ ചെയ്യും? എനിക്ക് ഈ യജമാനനെ കൊണ്ട് തന്നെ നാട്ടിൽ വഴി തുറക്കണം. ഈ യജമാനനെ കൊണ്ട്, ഞാൻ ഈ സേവിക്കുന്നവനെ കൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരുടെ ഇടയിൽ എനിക്ക് വഴി തുറക്കണം. അതിനെന്നാ വഴി? അതിനൊറ്റ വഴിയേ ഉള്ളൂ. അഴിമതിക്ക് ആത്മീക അഴിമതിയുണ്ട്. എന്താണ്? ഈ കർത്താവിനെ സേവിക്കാതെ ഈ ഇവന്റെ പദ്ധതികളിൽ നിന്ന് വിട്ടുതിരിയുന്ന ഒരു വ്യക്തി സ്വന്തം മറ്റു പല വഴികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് സ്വന്തം മറ്റു പല കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന് ദൈവരാജ്യത്തിന് തുരങ്കം വെക്കുന്ന ജീവിതങ്ങളുണ്ട്. ആമേൻ. അതൊന്ന് ചിന്തിക്കേണ്ട വിഷയം. എന്നാൽ ഈ വിഷയം ഇതിനെ കുറിച്ചാണോ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ മറ്റൊരു അഴിമതിയെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ കർത്താവ് ഈ വിഷയം പറയുമ്പോൾ അതിന്റെ കൂടെ അടുത്ത ഭാഗം വായിക്കുന്നത്, പിന്നെ അവൻ യജമാനന്റെ കടക്കാരിൽ ഓരോരുത്തരെ, ഒരുത്തരെയും വിടുന്നില്ല കേട്ടോ, ശ്രദ്ധിക്കണം. കർത്താവ് എന്തൊക്കെ അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം ഇങ്ങ് എടുക്കും. എന്നിട്ട് ആ പറഞ്ഞതെല്ലാം തെറ്റിക്കാനും തുടങ്ങും. ഈ സ്വഭാവം ഉള്ളവര് ആത്മീക ജീവിതത്തിൽ അഴിമതിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാന്ന് ഓർത്തോണം. ഹല്ലേലൂയ. എന്താണ് ചെയ്യുന്നത്? പിന്നെ അവൻ യജമാനന്റെ കടക്കാരിൽ ഓരോരുത്തരെ വരുത്തി
ഒന്നാമത്തവനോട് ആ. നീ യജമാനനെ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. ആ, ആ. 100 കുടം എണ്ണ എന്ന് അവൻ പറഞ്ഞു. അവൻ അവനോട് നിന്റെ കൈച്ചീട്ട് വാങ്ങി വേഗം ഇരുന്ന് 50 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ആ, അതിന്റെ ശേഷം അപ്പോ അപ്പൊ ഈ യജമാനന് വരുന്ന നഷ്ടം ഇവന് പ്രശ്നമല്ല, അവൻ മറ്റുള്ളവർക്ക് നന്മ വരുത്തുകയാണ്. ഇങ്ങനത്തെ സ്വഭാവമുള്ള ആത്മീയരുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം നശിച്ചാലും കുഴപ്പമില്ല, എന്റെ കാര്യം ഇപ്പൊ നടക്കുക വേണ്ടു, എനിക്കിത് വിട്ടാലും എനിക്ക് നിലനിൽപ്പ് വേണം. അങ്ങനെ ലോകത്തെ പിണക്കാത്ത വിശുദ്ധന്മാർ ഒത്തിരി ഉണ്ട്, കള്ള വിശുദ്ധന്മാർ ഒത്തിരി ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇത് ദൈവ വചനം ഇത് പറയുമ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വേണം ചിന്തിക്കാനായിട്ട്. അടുത്തത് വായിച്ചോ. അതിനുശേഷം മറ്റൊരുത്തനോട് നീ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. അതായത് ഉപദേശത്തിൽ ഇളവ് കൊടുക്കുന്നവരൊക്കെ ഈ കുറ്റിക്കകത്ത് അടിക്കാം. ഉപദേശത്തിൽ ഇളവ് കൊടുക്കുന്നവൻ, സത്യം പറയാത്തവനൊക്കെ. പൗലോസ് നോക്കുമ്പോ പത്രോസ് എല്ലാ വിധത്തിലും വിളച്ചിൽ കാണിക്കുകയാണ്. ഇതുപോലെ എന്തുകൊണ്ടാണ്? ഇതൊക്കെയാണ് കാരണം. മറ്റൊന്നിനോട് എന്താണ് ഈ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിന് സംഭവിക്കുന്ന കാര്യം, യഹൂദന്മാരും യവനന്മാരും തമ്മിൽ വഴക്കുണ്ടായി. ആമേൻ. അത് 1-ാം നൂറ്റാണ്ടിൽ നമ്മള് പെന്തക്കോസ്താൾ കഴിഞ്ഞപ്പോൾ മുതൽ അവരുടെ ആ സംഭവം ഉണ്ട്. അവർ രക്ഷിക്കപ്പെട്ടു വരുന്നവരുടെ ഇടയിൽ നല്ലൊരു ഫൈറ്റ് ഉണ്ട്. ഇവിടെ ഈ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് പൗലോസ് നോക്കുമ്പോ പത്രോസ് ജാതികൾ വരുമ്പോ ജാതികളോട് ഇരുന്ന് ഭക്ഷിക്കുന്നുണ്ട്. എന്നാൽ യാക്കോബും മറ്റ് അപ്പോസ്തലന്മാരും കൂടെ വരുമ്പോൾ അവരെ വിട്ടിട്ട്, ജാതികളെ വിട്ട് യാക്കോബിന്റെ കൂടെ, യഹൂദന്മാരുടെ കൂടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അതായത് സഭയ്ക്കകത്തും ജാതികളും യഹൂദന്മാരെന്നുള്ള വേർതിരിവ് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ പത്രോസ് തയ്യാറായി. അത് പാടില്ലെന്ന് പറയാൻ പത്രോസിന്റെ നാവിന് മൂർച്ചയില്ലായിരുന്നു. അതാണ് സംഭവിച്ചത്. പത്രോസിന്റെ അധികാരത്തിന് മൂർച്ചയില്ലായിരുന്നു. പത്രോസിന് ആ കൃപയില്ലെന്ന് വേണം മനസ്സിലാക്കണം. എന്നാ കാരണം? അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തി എന്നറിയാവോ? ഇതാണ് ഇതിന്റെ പിന്നിൽ വിഷയം. കർത്താവ് ഏൽപ്പിച്ചത് വിശ്വസ്തയോടുകൂടെ ചെയ്തില്ലെങ്കിൽ ഇതാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ആ വിശ്വസ്തനായി തീരേണ്ടവൻ മറ്റുള്ളവർക്ക് ലാഭം വരുത്തി, മറ്റുള്ളവരെ പ്രസാദിപ്പിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് തീരുമാനിച്ചു. ഇതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ അപാകത എന്ന് പറയുന്നത്. കരങ്ങളിൽ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. അതിന്റെ ശേഷം മറ്റൊരുത്തനോട് നീ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 പറ ഗോതമ്പ് എന്ന് അവൻ പറഞ്ഞു. അവനോട് നിന്റെ കൈച്ചീട്ട് വാങ്ങി 80 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഈ അനീതിയുള്ള കാര്യവിചാരകൻ, ഇവിടെ ശ്രദ്ധിക്കണം, ഈ അനീതിയുള്ള കാര്യവിചാരകൻ ശ്രദ്ധിക്കണം. ഈ അനീതിയുള്ള കാര്യവിചാരകന്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? ഇവന്റെ ഉള്ളിലെ തീരുമാനം അവൻ പ്രാവർത്തികമാക്കിയപ്പോ ആരും കണ്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവൻ അതിന്റെ പ്രാവർത്തിക നിലകളിലേക്ക് വരുമ്പോൾ ആരും അറിയില്ല. ആരെങ്കിലും അറിയുന്നുണ്ടോ? സമൂഹം അറിയുന്നില്ല, യജമാനൻ ഒട്ടും അറിയുന്നില്ല. എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഇത് പറയുന്നത്? ആമേൻ. എന്തുകൊണ്ടായിരിക്കും കർത്താവായ യേശു ക്രിസ്തു ഇത് പറയുന്നത്? ഇങ്ങനെ ഉള്ള കാര്യവിചാരകന്മാർ യജമാനന്റെ പദ്ധതിക്ക് വിരോധമായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഹല്ലേലൂയ. എന്താണ് ആ ഭാഗം വായിക്കുന്നത്? ഒന്നുകൂടെ വായിച്ചേ. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി, വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. ഇവിടെ ശ്രദ്ധിക്കണം, തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവർ, വെളിച്ച മക്കൾ. നമ്മളെക്കാളെ ലോകമക്കള് നല്ല ബുദ്ധിയുള്ളവരാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മെ ദൈവം വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അല്ല, ഇവിടെ കൈവച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ചവനൊന്നും അല്ല ബുദ്ധിയുള്ളവനായിട്ട് തീരുന്നത്. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് നിന്നേ പറ്റുകയുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ മനസ്സിലാക്കി, ഇവിടെ വചനം അങ്ങനെ നമ്മൾ പഠിച്ചല്ലേ പറ്റുള്ളൂ. അടുത്ത വാക്യം വായിച്ചേ. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുകയും. ഇവിടെ ശ്രദ്ധിക്കണം, അനീതിയുള്ള മാമോൻ, പണം. ഈ പണമാണ് ഒരു പ്രധാന കാരണമായിട്ടിരിക്കുന്നത്. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഘടകം പണമാണ്. ഇന്ന് പണം സമ്പാദിച്ച് ഉയർന്ന തലത്തിൽ ചെന്ന് ഭക്തനായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അത് ദൈവപദ്ധതിയല്ലെന്ന് മനസ്സിലാക്കണം. വലിയ പണക്കാരനായിട്ട് ആത്മീകനാകാം. അങ്ങനെ പോകുന്ന ഒത്തിരി പേര് ഭൂമിയിലേ പോകുന്നുണ്ട് ഇപ്പൊ.
ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ഈ അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുകയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യ കൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. അതായത് ശ്രദ്ധിക്കണം, അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിങ്ങളെ നിത്യ കൂടാരത്തിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും എന്ന് പറഞ്ഞ് എന്താ, ആർക്ക് വേണ്ടിയാണോ അഴിമതി കാണിച്ചത് അവരോട് കൂടെ തന്നെ നീയും ചെന്ന് ചേരേണ്ടി വരൂ എന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ നല്ല യജമാനന് വേണ്ടി വേല ചെയ്യാതെ ലോകത്തെ പ്രസാദിപ്പിച്ച് സത്യം സംസാരിക്കാതെ പോകുന്നവനോട് കർത്താവ് പറയുന്ന കാര്യമാണ്, നീ ആരെയാണോ പ്രസാദിപ്പിച്ചത്, നീ ആയുസ് തീർന്നു കഴിയുമ്പോൾ എങ്ങോട്ട് പോകും? അവരോടുകൂടെ നീ ആർക്ക് വേണ്ടി ജീവിച്ചോ അവരോടുകൂടെ അവരുടെ നിത്യ കൂടാരത്തിൽ നീ പോകുന്നു എന്ന് പറഞ്ഞാൽ വിളിച്ച് വേർതിരിച്ചവൻ, സേവിക്കേണ്ടതിന് കർത്താവ് വിളിച്ച് വേർതിരിച്ചവൻ ദൈവത്തെ സേവിക്കാതെ വന്നാൽ അവൻ പാപികളോടുകൂടെ പോകുമെന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത് വായിച്ചേ. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ. കണ്ടോ, കർത്താവിന്റെ കാറ്റഗറി ചെറിയൊരു കാര്യം കൊടുത്തിട്ട് അതിൽ നീ വിശ്വസ്തനാണോ? കർത്താവിനറിയാം നീ വലിയതിലും വിശ്വസ്തനായിരിക്കുമെന്ന്. അപ്പോൾ വിശ്വസ്തതയില്ല. എന്തുകൊണ്ട്? ദൈവത്തെ പ്രസാദിപ്പിക്കാത്തതിന് കാരണം അവൻ വിശ്വസ്തനല്ല. ഒന്നാമത് അവൻ പണമാണ് അതിന്റെ പിന്നിൽ പോകാൻ കാരണം. രണ്ടാമത് ജീവിതത്തിൽ വിശ്വസ്തത എന്ന ഗുണമില്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ദുരുപദേശം പ്രസംഗിക്കുന്നത്, പ്രോസ്പെക്റ്റ് പ്രസംഗിക്കുന്നത്? എന്തുകൊണ്ടാണ്? അവൻ ദൈവത്തിന് വിശ്വസ്തനല്ല. അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അറിയത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവത്തിന് വിശ്വസ്തനായിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷേ ദൈവവേലയ്ക്ക് ഇറങ്ങുകയും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അറിയത്തില്ല. എന്നാ വേണം? ഇവൻ കാണിച്ചതുപോലെ ചെയ്യേണ്ടി വരും. 100 വെട്ടി 50 ആക്കുകയും 100 വെട്ടി 80 ആക്കുകയും ചെയ്ത് യജമാനനെ പ്രസാദിപ്പിക്കുന്നവനൊക്കെ ശ്രദ്ധിച്ചോണം. ഈ ആയുസ് തീർന്നു കഴിയുമ്പോൾ നീ ചെല്ലുവാനിരിക്കുന്ന നീ ലോകത്തെ പ്രസംഗിച്ചാൽ ആ നശിച്ചു പോകുന്നവരോട് നീയും ചെല്ലേണ്ടി വരും. ആമേൻ. അതല്ലേ അതിന്റെ അർത്ഥം? അടുത്ത് വായിച്ചേ. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. അപ്പോ കർത്താവ് അറിയാം, അല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തനാണ്, അല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും. കർത്താവിന് അറിയാം കേട്ടോ, കർത്താവിന് വ്യക്തമായിട്ട് അറിയാം ഒരുവന്റെ നീതികേടും വിശുദ്ധിയും കറക്റ്റായിട്ട് ദൈവത്തിന് അറിയാം. ആമേൻ. അടുത്ത് വായിച്ചോ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആര് പരമേൽപ്പിക്കും? കണ്ടോ, അവിടെ പറയുന്ന ഒരു അനീതിയുള്ള മാമോൻ, പണം എന്ന വിഷയത്തില് വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആര് പരമേൽപ്പിക്കും? അന്യായമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആര് തരും? സ്തോത്രം. നമ്മൾ അവിടെ വായിക്കുമ്പോൾ മറക്കരുത്, ഞാൻ മറ്റൊരു ഭാഗം എടുക്കാം. നമ്മൾ തെസ്സലോനിക്കർ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ അകത്ത് വായിക്കുന്ന സ്തോത്രം അതിന്റെ 6-ാം വാക്യം അല്ലെങ്കിൽ 9-ാം വാക്യം ഞാൻ വായിക്കാം. 6:9 വായിക്കാം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്ക് ഇരയായി തീരുകയും ചെയ്യും. പൗലോസ് തിമോത്തിയോസിന് ഈ ലേഖനം എഴുതുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? സ്തോത്രം. ലോക സുഖത്തിലേക്ക് കണ്ണുതിരിക്കുന്ന അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹത്തിലേക്ക് കണ്ണുതിരിക്കുന്നവനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ധനികരാകുവാൻ സ്തോത്രം ആഗ്രഹിക്കുന്നവർ. ആമേൻ. ഇന്ന് എന്തിനാ നമ്മള് ഡിഗ്രികൾ എടുക്കുന്നത്? അതിന് മുകളിലോട്ടുള്ള പഠനങ്ങൾ നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? എന്തിനാണ് നമ്മൾ മറ്റു രാജ്യത്ത് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്? ധനം സമ്പാദിക്കാനല്ലേ, പണം ഉണ്ടാക്കാനല്ലേ? അപ്പൊ പണം ഉണ്ടാക്കാൻ പോകുന്നവർക്കൊക്കെ ഈ വാക്യം അറിയാവോ? ആമേൻ. ഈ ധനത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി അലമുറയിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് സഭയായിരിക്കുന്നത്. പണം ഉള്ളവന്റെ വാക്കിന് വിലയുണ്ട്, അല്ലേ? പണമുള്ളവന് പദവിയുണ്ട്. ഒരിക്കലും ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്ന ഒരു വളരെ ഭാരത്തോടുകൂടെ പറഞ്ഞാണ്, വർഷങ്ങളായി ദൈവവേല ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ. ആ വ്യക്തിക്ക് ഒരു നല്ലൊരു സഭ കൊടുത്തിട്ടില്ല, പ്രസ്ഥാനം ഒന്നും പറയുന്നില്ല, നല്ലൊരു സഭ കൊടുത്തിട്ടില്ല. എന്നാൽ വർഷങ്ങളായിട്ട് പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി
ഒരു ദിവസം അവിടെ നിന്ന് വോളണ്ടറി ഒക്കെ എടുത്ത് ഇവിടെ വന്ന് സ്വത്രം റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോഴത്തേനും ശേഷകല 60-70 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ദൈവവേല ചെയ്യുന്നത്. നല്ല കാലമെല്ലാം പോയിക്കൊണ്ടേ കളഞ്ഞു നോക്കണം, രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ്. അപ്പോൾ നല്ല പ്രായം കഴിഞ്ഞ് തിരിച്ച് കേരളത്തിൽ വന്നു. അതിനുശേഷം നല്ലൊരു സഭ വേണമെന്ന് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തോട് പറഞ്ഞു. അപ്പോൾ ആർക്കും കൊടുക്കാത്ത ഏറ്റവും നല്ല സഭ ഈ മനുഷ്യന് കൊടുത്തു. ആ സഭയിലെ പാസ്റ്ററായിട്ട് അവിടെ ഇരുന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പറയുന്ന 100 ന്യായീകരണങ്ങളാ. എന്താണ് ആ വാക്ക്, ആ വ്യക്തിക്ക് ആ പദവിയും ആ സഭകളും കൊടുക്കാൻ കാരണം? ഒരു കാരണമേ ഉള്ളൂ, കയ്യിലെ പണം. വേറൊന്നുമല്ല, കയ്യിലെ പണം മാത്രമാണ്. അപ്പോൾ മറ്റൊരു ദൈവാസം പറയും, ഞാൻ വർഷങ്ങളായിട്ട് ഈ പ്രസ്ഥാനത്ത് നിന്നിട്ട് എനിക്ക് കൊള്ളാവുന്നൊരു സഭ പോലും തന്നില്ല, ഞാൻ വർഷങ്ങളോടിരിക്കുന്നു, ഇപ്പോഴേക്ക് പ്രായമായി. അപ്പോൾ പ്രസ്ഥാനമല്ല, ഇത്രയേ ഉള്ളൂ. മനുഷ്യനെ സേവിക്കാൻ ഇറങ്ങുന്നവരെല്ലാം സൂക്ഷിച്ചോ, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരെല്ലാം വഴി കൊണ്ട് തീരണ്ടെന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ ദൈവത്തിന് വിശ്വസ്തനായിട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ തീരുമാനിച്ച ദൈവം പ്രവർത്തിക്കുമെന്ന് ഇന്ന് പകൽനേരം അടിവരയിട്ട് ദൈവസഭയോട് ആലോചന അറിയിക്കുകയാണ്. ഹല്ലേലൂയ. സോ ദൈവസഭയിൽ വിശ്വസ്തനാണെങ്കിലേ കഴിയത്തുള്ളൂ. എന്നാൽ ഇവിടെ വചനം പറയുന്നത് എന്താണ്? ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകും. ആമേൻ. ഇന്ന് അനേകർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പണി അറിയാവുന്നവൻ കയറി വരും, പണി അറിയാത്തവൻ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആമേൻ. എന്നാൽ മനസ്സിലാക്കണമേ, ഇതിന്റെ നടുവിൽ നിന്ന് നമ്മോട് കർത്താവ് പറയുന്നത് എന്താണ്? അടുത്തത് ദോഷകപരം മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്ക് ഇരയായി തീരുകയും ചെയ്യും. നമ്മൾ ദൈവസഭയല്ലേ? നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന മോഹങ്ങളെ നാം കടിഞ്ഞാനിട്ടാണോ മുമ്പോട്ട് പോകുന്നത്? ഇവിടെ പറയുന്നു, ദ്രവ്യാഗ്രഹത്തിന്റെ പിന്നാലെ പോയാൽ പലവിധ ദോഷകരമായ മോഹങ്ങൾ അതിന്റെ പിന്നാലെ വരും. എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്, പണം ഉണ്ടാക്കിയോ അതിന്റെ പിന്നിൽ പല പ്രവർത്തികൾ കടന്നു വരും. ദുഷ്പ്രവർത്തികളും ദുർനടപ്പുകളും പുറകെ വന്നിരിക്കും. കാര്യം ഇവന്റെ ഈ പണം ഇവൻ ഉപയോഗിക്കുമ്പോൾ ഉല്ലാസം കിട്ടണം, എല്ലാവിധ എൻജോയ്മെന്റ് കിട്ടണം. എൻജോയ്മെന്റ് എന്നാ? 100 കൺവെൻഷൻ നടത്തുന്നതാണോ എൻജോയ്മെന്റ്? 100 പരസ്യവും നടത്തുന്നതാണോ എൻജോയ്മെന്റ്? പിന്നെ ഇല്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതാണോ എൻജോയ്മെന്റ്? ഇതൊന്നും അല്ലല്ലോ. എല്ലാവിധ ദുഷ്പ്രവർത്തികളും ആഭിചാരങ്ങളും എല്ലാവിധ വ്യഭിചാര സ്വഭാവങ്ങളും നാട്ട് നടക്കുന്നവരുണ്ട്, അല്ലേ? വ്യഭിചരിക്കുന്നവരുണ്ട്, കള്ളക്കടത്ത് നടത്തുന്നവരുണ്ട്, മോഷ്ടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ എല്ലാ ദുർമാർഗങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്, അധികാരം കൊണ്ട് മറ്റുള്ളവരെ ക്ലേശിപ്പിക്കുന്നവരുണ്ട്. പണം ഉണ്ടെങ്കിൽ മറ്റൊരുത്തനെ കൊല്ലുവാനും മറ്റൊരുത്തനെ മുടിക്കുവാനും മനസ്സുള്ളവരാ മിക്കവരും. ഇത് സഭയോട് പറഞ്ഞിരിക്കുകയാണ്, പലവിധ മോഹങ്ങൾക്ക് നീ ഇരയായി തീരുകയും ചെയ്യും. സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അടുത്ത വാക്യം, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. മനസ്സിലാക്കണം, ദൈവസഭയാണ് ഈ ദോഷങ്ങളുടെ അകത്തൂടെ പോയാൽ നിന്റെ നിത്യത നഷ്ടപ്പെടും. എന്നാൽ ഇന്ന് അനേകർ ഈ നിത്യതയെ കുറിച്ച് മിണ്ടത്തില്ല. നിത്യതയെ കുറിച്ച് പറഞ്ഞ് ഇതെല്ലാം കൈ നിട്ടാലേ നിത്യത നീ കാണത്തുള്ളൂ. അതുകൊണ്ട് പല പ്രസ്ഥാനങ്ങളും സത്യം പറയുന്നില്ല. മനസ്സിലാക്കണമേ, യജമാനനെ പ്രസാദിപ്പിക്കാതെ ഹല്ലേലൂയ മറ്റു പലതിനെ നീ പ്രസാദിപ്പിച്ചു പോകുന്ന നേതൃത്വങ്ങളെല്ലാം തിരിച്ചറിയണം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ, കർത്താവിന്റെ ദൂതന്മാരുമായി പ്രത്യക്ഷമാകുമ്പോൾ നിന്റെ പേരില്ലെങ്കിൽ, നീ അവയോടുകൂടെ ഇല്ലെങ്കിൽ, നീ എത്ര വലിയവനാണെങ്കിലും നീ തള്ളപ്പെടുമെന്ന് മനസ്സിലാക്കാതിരിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ല. അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. അപ്പൊ ആരാണ് വിശ്വാസമാർഗത്തെ വിടാൻ റെഡിയാകുന്നത്? ഈ പണം കൂടുതലുള്ളവർക്ക് ഈ വിശ്വാസമാർഗത്തെ വിടാനായിട്ട് ഒരു മടിയും കാണത്തില്ല. എനിക്കറിയാവുന്നവരുണ്ടല്ലോ. ഹല്ലേലൂയ. ചിലര് വിവാഹം വന്നു കഴിയുമ്പോഴത്തേനും, മക്കളെ കെട്ടിക്കേണ്ട രംഗം വന്നു കഴിയുമ്പോഴത്തേനും അവര് വിശ്വാസത്തിൽ നിന്ന് ഒരു ബന്ധം ചെയ്യാതെ സമുദായത്തിൽ പോയി ബന്ധമെടുക്കുന്നവരുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? കാര്യങ്ങൾ അന്വേഷിച്ചാൽ പറയും, ഞങ്ങൾക്ക് വലിയ കുടുംബമാ, വലിയ അപ്പനും അമ്മയും വീട്ടിലുണ്ട്, അവര് സമ്മതിക്കത്തില്ല, കുടുംബ സ്വത്ത് പോകും, അതുകൊണ്ട് മക്കളെ പിടിച്ച് സമുദായത്തിൽ കൊടുക്കുന്നവരുണ്ട്. എന്താ കാരണം? അനീതിയുള്ള മാമോനെയും ദൈവത്തെ നിനക്ക് ഒരുമിച്ച് സേവിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അനീതിയുള്ള മാമോൻ. ഇത് പറയുമ്പോൾ ദേഷ്യം വരും. ഏതിനെ കുറിച്ച് പറഞ്ഞാലും ചെവി തുറന്ന് കേൾക്കും. പണത്തെ കുറിച്ച് പറയുമ്പോൾ ഇളകുന്ന ഒത്തിരി പേരുണ്ട്. കാര്യം പണം ഒരു ദൈവവും പലരെ സംബന്ധിച്ച് പണം ഒരു ദൈവം തന്നെയാണ്. അടുത്ത വാക്യം വായിച്ചേ. അടുത്ത് വായിക്കുന്നത് എന്താ ഇത് പറയുന്നതെന്ന് പറയും. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ അതിന്റെ അതിന്റെ
6-ാം വാക്യം 6ഉം 7ഉം ഒന്ന് വായിച്ചേ. 6ഉം 7ഉം 8ഉം ഒന്ന് വായിച്ചേ. 6ഉം 7ഉം 8 അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോട് കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നതാണ്. അലംഭാവത്തോട് കൂടിയ ദൈവഭക്തി. അലംഭാവം ഉപദേശത്തിൽ അലംഭാവമുണ്ട്. സത്യം പറയാതിരുന്നാൽ മതി. എന്നിട്ട് വരുന്നവരെ ഞാൻ പറയട്ടെ, ചിലർ ഈ വചനം പ്രസംഗിക്കുകയാണോ, ഇവര് എന്താ പറയുക മോട്ടിവേഷണൽ സ്പീക്കിംഗ് ആണോ എനിക്കറിയത്തില്ല. ചിലർ മോട്ടിവേഷൻ തിരുവെഴുത്തുമായിട്ടൊരു ബന്ധവുമില്ല. പാസ്റ്റർമാരുടെ കാര്യം പറയുന്നത്. പല ശുശ്രൂഷകരും ആ നിലവാരത്തിൽ പോകുന്നവരുണ്ട്. പലരും മോട്ടിവേറ്റ് ചെയ്യുക, തിരുവെഴുത്തിലില്ലാത്ത മോട്ടിവേഷൻ. പാപത്തെ ഉപേക്ഷിക്കാൻ പറയാൻ നാവ് പൊങ്ങാത്തവന്റെ ശപിക്കപ്പെട്ട മോട്ടിവേഷൻ എപ്പോഴും കൊണ്ട് എത്തുന്ന നിത്യ നരകത്തിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ എന്താ പറയുന്നത്? അലംഭാവം. എന്തുകൊണ്ടാ ഈ നിലപാടെടുക്കുന്നത്? 100 കടപ്പെട്ടവനോട് അത് വെട്ടി 50 ആക്കുകയും 100 കടപ്പെട്ടവരുടെ 80 ആക്കുകയും ചെയ്തിട്ട് യജമാനന്റെ മുഖത്തൊക്കെ ഒരു ചിരിയും കാണിച്ചു പോകുന്ന ഒത്തിരി പേരുണ്ട്. മനസ്സിലാക്കണമേ, ദൈവം പ്രസാദിക്കുകയില്ല. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനെ ദൈവത്തിന് കണ്ടാൽ അറിയാം. മനസ്സിലാകുന്നുണ്ടോ? ചിലർ ചിന്തിക്കുന്ന കർത്താവ് ഇതൊന്നും കാണുന്നില്ലെന്ന്. ഹല്ലേലൂയ. ആ വാക്കൊന്ന് വായിച്ചേ. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. അടുത്തത് അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി കാര്യം. ഒരുവന്റെ കുറവ് പറയാതെ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത വലിയ അലംഭാവമാണ്. ഇവരാരും അവരുടെ പാപം കാണത്തില്ല, കുറവ് കാണത്തില്ല, ഇവനും ദൈവവുമായിട്ടുള്ള അന്തരം എന്തോരം ഉണ്ടെന്ന് കാണത്തില്ല. ഇങ്ങനെ പോകുന്നവരുടെ വായിൽ നിന്ന് വരുന്ന ഉപദേശങ്ങളാകട്ടെ, പ്രാർത്ഥനകളാകട്ടെ, ശുശ്രൂഷകളാകട്ടെ, അത് അലംഭാവത്തിന്റെ ശുശ്രൂഷയായിരിക്കും. അടുത്തത് വായിച്ചേ. കണ്ടോ, ഇത്രയും ഒരു തിരിച്ചറിവ്. എന്തുകൊണ്ടാ തിമത്തിയോസിനോട് ഇത് പറയുന്നത്? തിമത്തിയോസേ, അലംഭാവത്തോടുകൂടെ ദൈവവചനം എടുക്കുന്ന ഒത്തിരി പേരെ നീ കാണേണ്ടി വരും. സത്യം പറയാത്തവരെ നീ കാണേണ്ടി വരും. അവിടെ നീ എന്താ ചെയ്യേണ്ടത്? അവിടെ വായിക്കുന്ന അവർ ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് പൗലോസ് പറയുന്നത്? ഇത് തിരിച്ചറിവാണ് നമുക്കിത് വേണ്ടത്. നമ്മൾ ആരും ശവപ്പെട്ടിയുടെ കൂടെ വല്ലതും വെച്ചിട്ട് പോകുന്നുണ്ടോ? അത് മണ്ണിലേക്കല്ലേ ഇറക്കാം. നീ ബോധം തന്നെ ഇല്ലാത്തത്. നിന്റെ ഈ ശരീരം ഇവിടെ ഇട്ടിട്ടാണ് പോകേണ്ടത്. ഈ തിരിച്ചറിവുണ്ടെങ്കിൽ നീ എന്തിനാണ് ഈ ഓടുന്നത്? ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നഗ്നനായിട്ടല്ലേ വന്നത്. ഇവിടെയല്ലേ നമ്മൾ ഉടുപ്പിച്ചത്. ഇനി പോകുമ്പോഴും നഗ്നനായിട്ട് ഉടുപ്പിച്ചോണ്ട് പോകും. അത് വീണ്ടും ഇല്ലാതായി പോകും. ഞാനൊരു കാര്യം പറയട്ടെ, രക്ഷിക്കപ്പെട്ടവൻ നഗ്നനായിട്ട് സ്വതന്ത്രം ഒരു ഭൂമിയിലേക്ക് ഒരു പാപി ജനിച്ച് ഇവിടെ ഭൂമിയിലേക്ക് വന്നു. സ്വതന്ത്രം അവൻ പാപിയായിട്ട് ജനിച്ച് പാപിയായിട്ട് ജീവിച്ചു. അവന്റെ പാപത്തിന് പരിഹാരം വരുത്തേണ്ട യേശു രക്തത്തിൽ കഴുകപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് നീ തേജസ് ഉടുപ്പുള്ളവനായിട്ട് വേണം നീ ഭൂമി വിട്ടു പോകാനായിട്ട്. നഗ്നനായിട്ട് വന്നാൽ നീ ഉടുപ്പുള്ളവനായിട്ട് വേണം നീ മടങ്ങി പോകാനായിട്ട്. അനേകരും നഗ്നനായിട്ട് വന്ന് നഗ്നനായിട്ട് ജീവിച്ച് നഗ്നനായിട്ട് തന്നെ മടങ്ങിപ്പോകരുത്. ദൈവജനം വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. സ്തോത്രം. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അടുത്തത് വായിച്ചേ. ഈ തിരിച്ചറിവുണ്ടോ? ഇവിടെ നിന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല. ലോകത്തിലെ സകല കാര്യം നീ ചിന്തിക്കൂ. നിന്റെ മരണം എങ്ങനെയാണെന്ന് നീ ചിന്തിക്കാറുണ്ടോ? അത് എപ്പോഴായിരിക്കും ദൈവം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് തിരിച്ചറിയുന്നുണ്ടോ? ആളല്ലേ ചിലരുടെ നോട്ടവും നടപ്പും പ്രവൃത്തിയും കണ്ട ഒന്നും ചാകില്ലെന്നാ വിചാരിക്കുന്നത്. ആളലിയ. ഇന്നലെ രാത്രി കടന്ന പലരും ഇന്ന് രാവിലെ കണ്ടിട്ടില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ് പോയ പലരുടെയും ബോഡി ഇപ്പൊ സന്ധ്യക്ക് വീട്ടിൽ ചെല്ലും. ഇതൊക്കെയാണ്. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്ന പലരും നാളെ പ്രഭാതം കാണുകയില്ല. ഇത് തിരിച്ചറിയുന്നുണ്ടോ? ഇതിന്റെ നടുവിൽ നീ ഉടുപ്പുള്ളവനായിട്ടിരിക്കണം. സ്തോത്രം. ഹാലലിയ. നീ കാഴ്ച ഉള്ളവനായിട്ടിരിക്കണം. വായിച്ചേ. ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കണം. എന്തുകൊണ്ടാ? വീട്ടിൽ അപ്പനും അമ്മയും ഇരുന്നുകൊണ്ട് മക്കളോട് പോര മക്കളെ ഇനിയും ചെയ്യണം, ഇനിയും നന്നാക്കണം, ഇനിയും സമ്പാദിക്കണം എന്ന് പറഞ്ഞ് ക്ലേശിപ്പിച്ച് ഈ മക്കളെ എല്ലാം ദ്രവ്യാഗ്രഹികളായിട്ട് നാട് കടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇത് ഒരു നേരത്തെ നീ ഉണ്ണുന്നു ഉടുക്കുന്നതും ഒരിടത്തും ചെല്ലാതെ പോകുന്നൊരു ദിവസം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കണം. നിന്റെ നിത്യതയെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഈ ഭൂമി വിട്ടാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കുന്നോ തിരിച്ചറിവില്ലാതെ ഓടുന്നവരെ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെടി മടങ്ങി വരണം. ആമേൻ. ഈ വചനം എന്താണ് പറയുന്നത്? ആ ഭാഗം ഒന്നുകൂടെ വായിച്ചേ. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ കൂടെ പഠിച്ചവർ എത്രത്തോളം ഉയർന്നു, നമ്മുടെ കൂടെ അയലോക്കത്തുള്ളവൻ എന്തോരം ഉയർന്നു, നാട്ടിലുള്ളവർ എത്ര ഉയർന്നു. നോക്കുന്ന അവന്റെ വണ്ടി, അവന്റെ വീട്,
അവന്റെ ബാങ്ക് ബാലൻസ്, അവന്റെ സ്റ്റാറ്റസ്, മക്കളുടെ പൊസിഷൻ, ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ മനസ്സിലാക്കണം, ദൈവമക്കൾക്ക് അങ്ങനെ നോക്കാൻ പ്രമാണമില്ല. കാര്യം ലോകത്തിന് തരുവാൻ കഴിയാത്തൊരു സമാധാനം നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് നൽകിയിട്ടുണ്ട്. അതുള്ളവരാരും തന്നെ ലോകത്തിലേക്ക് നോക്കി ക്ലേശിക്കത്തില്ല. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. കണ്ടോ, ശ്രദ്ധിക്കണം, ദൈവസഭ ശ്രദ്ധിക്കേണ്ട വാക്യമാണ് ധനികന്മാരാകുവാൻ. ആമേൻ. ശ്രദ്ധിക്കണം, എന്റെ കയ്യിൽ ഉള്ളത് എനിക്ക് പോരാ. നമുക്ക് ജീവിക്കാനുള്ളത് ആവശ്യമാണ്, പക്ഷെ അത് ലക്ഷറി ആകരുത്. നമ്മുടെ ആവശ്യത്തിൽ അധികമായിട്ട് പോകാൻ നമ്മൾ റെഡിയാകരുത്. കാര്യം ഹൃദയം ദൈവത്തിൽ നിന്ന് അകരും. എന്തപ്പോൾ? ദ്രവ്യാഗ്രഹത്തിലേക്ക് തിരിയുമ്പോൾ. ദ്രവ്യാഗ്രഹത്തിലേക്ക് തിരിയുന്നവന്റെ ഉള്ളം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ്. അവനക്ക് സമാധാനമില്ല. അതാണ് വിഷയം. തിമോഥെയോസിനോട് പറയുന്ന കാര്യം ഇതാണ്. ഈ ദ്രവ്യാഗ്രഹം കാംക്ഷിക്കുന്നവർ ബഹുദുഃഖത്തിന് അധീനരായി തീരും. കാര്യം എന്താണ്? ഉള്ളതൊന്നും തൃപ്തിയില്ലെന്നേ. ഉള്ളതൊന്നും തൃപ്തിയില്ല. ഉള്ള വീട് തൃപ്തിയില്ല, ഉള്ള ദൈവത്തിൽ നിന്ന് ഒന്നിനും തൃപ്തിയില്ല. വീണ്ടും ഉണ്ടാക്കണം. ആ കോമ്പറ്റീഷനാ. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ സഭയ്ക്കകത്ത് ഒരെണ്ണം ദൈവവേലയ്ക്കില്ല. എന്നാ കാരണം? ഇതിനെല്ലാം കോഴിയെ ചുട്ടുപറപ്പിക്കുന്ന പോലെ എല്ലാം പറന്നു പോകല. എന്നാ കാരണം ഇല്ലാത്തത്? ഈ ദ്രവ്യാഗ്രഹം ഇഞ്ചക്ട് ചെയ്ത് ഇത് അക്കരെ നാട്ടിപ്പോയി കിടന്ന് ദൈവത്തിനും മനുഷ്യർക്കും ഗുണപ്പെടാതെ ദൈവവേല ചെയ്യാതെ നശിച്ച് വല്ലയിടത്തും പോകുന്ന അനുഭവത്തിലേക്ക് പോകരുത്. പണം നമ്മെ എത്തിക്കത്തില്ല അക്കരെ നാട്ടില്. തിരിച്ചറിയണം, അവന്റെ നാമത്തിന് വേണ്ടി നിന്നേ കഴിയത്തുള്ളൂ. വായിച്ചേ അടുത്തത്. ആഗ്രഹിക്കുന്നവർ. ഇവിടെ ശ്രദ്ധിക്കണം, ഇത് ദൈവദാസന്മാര് കാണുന്നുണ്ടോ? ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ഓടിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ കെണിയുണ്ട്, അപകടങ്ങളുണ്ട്. ദൈവമക്കൾ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്ന് കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. നീ കൊണ്ടുവാ ഇങ്ങോട്ട് കൊണ്ട ഇട്, ഇരട്ടി കിട്ടും, അമർത്തി കുലുക്കി വലിയൊരു അംശം ഇങ്ങോട്ട് കിട്ടും. നീ ഇതിന്റെ കൂടെ ഇതും കൂടെ കിട്ടും. ആമേൻ. മനസ്സിലാക്കണമേ, ചതിക്കപ്പെടരുത്. നിനക്ക് നിന്റെ മേലൊരു ഡ്യൂട്ടി ഉണ്ട്. നീ മലിനപ്പെടരുത്. ദ്രവ്യാഗ്രഹം കാത്തു കയറിയ നീ മലിനപ്പെട്ടു പോകും. ഹല്ലേലൂയ. എന്താ മലിനത എന്നറിയാവോ? അതിന്റെ 5-ാം വാക്യം എന്താ വായിക്കുന്നത്? സ്തോത്രം. അവിടെ വായിക്കുന്നത് അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. ആർക്കാ ഇത് ഉളവാകുന്നതെന്ന് അറിയാവോ? സ്തോത്രം. അതിന്റെ 3-ാം വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവർക്ക്. അപ്പൊ അങ്ങനെ അന്യത ഉപദേശിക്കുന്നവരുടെ ഇടയിൽ നിന്ന് അത് കേൾക്കുന്നവരിൽ ഈ പറയപ്പെടുന്ന മലിന സ്വഭാവങ്ങള് പുറപ്പെടും. ഇത് തിരിച്ചറിയുന്നുണ്ടോ? നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് മടങ്ങി വരാം. ആമേൻ. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. 7-ാം വാക്യം വായിച്ചേ. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇട വരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യും. കണ്ടോ, പലതിന് ഇരയായി തീരുകയും ചെയ്യും. ആമേൻ. ചിലർ പറഞ്ഞു ഞങ്ങളെ പ്രാർത്ഥിച്ച് അയക്ക്, ഞങ്ങൾ ഇരയായി തീരട്ടെ എന്നാ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കണം പാസ്റ്ററേ, ഞങ്ങൾ ചെല്ലട്ടെ. ഈ വചനമൊക്കെ പറയുന്നുള്ള എല്ലാ അധർമ്മത്തിനും അകൃത്യത്തിനും പോയി ഞങ്ങൾ ഇരയാകട്ടെ. അതിന് പ്രാർത്ഥിക്കാനാണ്. ഇതില്ലാതെ ജീവിക്കാൻ അവർക്ക് ഈ ലോകം വരച്ചു കാണിക്കുന്ന വ്യവസ്ഥ വിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. വിശ്വാസകോളത്തിന്റെ അകത്ത് പലർക്കും. ആമേൻ. കോമ്പറ്റീഷൻ വിടണം. ദൈവസഭയ്ക്കകത്ത് അത് പാടില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ജീവിത വ്യവസ്ഥ ഇങ്ങനെയല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കണം. ഹല്ലേലൂയ. ലക്ഷറിയും കൊണ്ട് പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് വേണ്ടത് ദൈവം തരും. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുവാൻ ദൈവസഭ പഠിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ വലിയ അനർത്ഥത്തിലേക്ക് ചെല്ലുവാൻ ഇടയായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ അതിന്റെ സ്തോത്രം അതിന്റെ അത് വായിക്കുന്നത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. കാരണം എന്താണെന്നറിയാവോ? വിശ്വാസത്തിൽ നിന്ന് വിട്ടുഴലുവാനുള്ള കാരണം ലോക സുഖത്തിലേക്ക് പോകുമ്പോൾ ദൈവം തന്റെ വ്യവസ്ഥ വെളിപ്പെടുത്തും.
ദൈവം പലവിധ പരീക്ഷകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് ഇവരെ നിലവിളിക്കുന്നുണ്ട്, ഞാൻ കർത്താവേ നിന്റെ തന്നെ പ്രാർത്ഥിച്ചിട്ടു, ആരാധിച്ചിട്ടു, ഉപവസിച്ചിട്ടു, എന്റെ ജീവിതത്തിൽ ഇതാണോ വന്നതെന്ന് പറയുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? അവിടെ സംഹാരനാശിയ പരീക്ഷയിലും കെണിയിലും കുടുങ്ങും ബന്ധിക്കപ്പെടും എന്നാ പറഞ്ഞേക്കുന്നത്. നീ ചെന്നാൽ നിന്നെ ബന്ധിക്കാൻ അവിടെ ആളുണ്ടെന്നാ പറഞ്ഞത്. നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ കെട്ട അഴിയൂന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ കെട്ട അഴിയൂന്ന് പറഞ്ഞിട്ട് ആ ബന്ധനം അങ്ങനെ തന്നെ ഇരിക്കും. നീ അത് വിട്ട് ഓടാനാ പറഞ്ഞേക്കുന്നത്. കാരണം എന്നാ? ഈ ലോകത്തിൽ വെച്ചിരിക്കുന്ന ബന്ധനങ്ങളുടെ അകത്ത് നീ തലയിട്ട് നീ പലവിധമായ കഷ്ടങ്ങൾ വന്നിട്ട് അവസാനം നിലവിളിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലർ പറയുന്ന കാര്യമായി, ഞങ്ങൾക്ക് പോയിട്ട് എന്താ കർത്താവ് ഇങ്ങനെ വന്ന്, എന്താ ദേവദാസനെ ഞാൻ ഈ പ്രയാസമെല്ലാം അനുഭവിച്ചത്, എന്തുകൊണ്ടാണ്? ഇതാണ് വിഷയം. വഴിവിട്ടു പോകുന്നവന്റെ മേൽ കടന്നു വരുന്ന ഒരു ബന്ധനമുണ്ട്. ആ ബന്ധനം യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കളയും. എന്നിട്ട് നീ പ്രാർത്ഥിച്ചാൽ മാറും. പ്രാർത്ഥിച്ചാൽ മാറുന്നതല്ല, വ്യവസ്ഥകൾ പ്രാർത്ഥിച്ചാൽ മാറുന്നതല്ല, അത് അനുസരണം കൊണ്ടേ മാറ്റം വരികയുള്ളൂ. മനസ്സിലായി? വ്യവസ്ഥകൾ പ്രാർത്ഥിച്ചാൽ മാറുകയില്ല. വ്യവസ്ഥകളെ അനുസരണം കൊണ്ട് അതിനെ ജയിക്കാനേ പറ്റുകയുള്ളൂ. എന്താണോ വ്യവസ്ഥ പറയുന്നത് അനുസരിക്കുന്നവരായി തീരണം. ആർക്കാ സമാധാനം ഇല്ലാത്തത്? സമ്പാദിക്കാൻ പോകുന്നവർക്ക്. ആർക്കാ സ്വസ്ഥതയില്ലാത്തത്? ഇതിന്റെ പുറകെ പോകുന്നവർക്ക്. ആർക്കാണ് കഷ്ടതയും അനർത്ഥങ്ങളും പ്രതിസന്ധിയും വരുന്നത്? ഇങ്ങനെ പോകുന്നവർക്കല്ലേ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത്. പക്ഷെ അത് കേൾക്കാനും തിരിച്ചറിയാനും മനസ്സില്ലാത്തത് കൊണ്ടാണ് അനർത്ഥം വിട്ടുമാറാത്തത്. ആമേൻ. ആ ഭാഗം വായിച്ചത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ല, ഇത് ചിലർ കാമിച്ചിട്ട് വിശ്വാസം വിട്ടൊഴുന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. അടുത്ത വാക്ക്, 2 വാക്കുകൾ വായിച്ചേക്കും. നീയോ? നമ്മൾ ആരാന്ന്? ദൈവത്തിന്റെ മനുഷ്യനാണ്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവരാണ്. ലോക മനുഷ്യൻ പോകുന്ന പോലെ പോകേണ്ടവരല്ല. അടുത്തത് അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. അപ്പൊ പണോ അതിനെ കുറിച്ച് പറയുന്നില്ല. നിനക്ക് വേണ്ടത് ഉണ്മാനും ഉടുക്കാനും ഉള്ളത് നിനക്ക് ദൈവം തരും. നമുക്ക് നമ്മുടെ ഭക്തിക്ക് വേണ്ടത് ദൈവം നമുക്ക് നൽകിയിരിക്കും. ശ്രദ്ധിക്കണം, നമ്മളുടെ ഭക്തിക്ക് വേണ്ടത് നമുക്ക് ദൈവം നൽകിയിരിക്കും. നമുക്കൊരു വീട് വെക്കാൻ പ്രാപ്തിയില്ലാത്തപ്പോൾ ഉള്ളതെല്ലാം കൂടെ വിറ്റുപറിച്ചുകൊണ്ട് ഒരു വീട് വെക്കും. അവസാനം അതിന്റെ ലോൺ അടയ്ക്കാൻ മേല, ജപ്തിയായി, കടമായി, അവസാനം എല്ലാം വിട്ടിട്ട് ഒരു കടം മേടിച്ച് ഒരു വാടക വീട്ടിലേക്ക് പോയി കയറേണ്ട അവസ്ഥയിലേക്ക് പോകുന്നത് ബുദ്ധിശൂന്യതയല്ലേ? എന്താണ് ഈ ദ്രവ്യാഗ്രഹത്തെ, ഈ മോഹത്തെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ലേ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. തിരിച്ചറിയണം നമ്മള്. ഹല്ലേലൂയ. നമ്മൾ പലരോടും പറയും, പക്ഷെ നമ്മുടെ കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. നമുക്ക് പ്രാപ്തി ഇല്ലെങ്കിൽ നമ്മൾ ആ വഴിയിലൂടെ പോകരുത്. ദൈവം അനുകൂലമായ വഴികളെ തുറക്കാത്തിടത്തോളം നമ്മൾ കയറി കെട്ടി ഒരു വിഷയത്തിന്റെ അകത്ത് ചെല്ലാൻ ഇടയാകരുത്. ദൈവത്തിന്റെ കരം ചലിക്കാത്ത വിഷയത്തിന്റെ അകത്ത് ചെല്ലരുത്. അടുത്ത വാക്യം വായിച്ചേ. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി എന്തൊക്കെയാ? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. കണ്ട്, ഇതിനെയാണ് നമ്മളോട് ഫോളോ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ക്വാളിറ്റീസ് ഉണ്ടാവും, നമ്മൾ നോക്കണം. നമ്മൾ ഈ ദ്രവ്യാഗ്രഹത്തിന്റെ പുറകെ പോയാൽ ഒരു ദ്രവ്യാഗ്രഹിയുടെ ജീവിതത്തിൽ ഒരിക്കലും നീതി കാണത്തില്ല. ഒരു ദ്രവ്യാഗ്രഹിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഭക്തി കാണത്തില്ല. ഒരു സമ്പത്തുണ്ടാക്കാൻ പോകുന്നതിന്റെ ഉള്ളിൽ എപ്പോഴും പ്രാർത്ഥന, തരണേ തരണേ തരണേ, ഇതേ അറിയത്തുള്ളൂ. ആമേൻ. എഴുന്നേൽക്കുമ്പോഴും കർത്താവേ കാക്കണേ, ഇന്ന് പോകുമ്പോ എല്ലാം നടക്കണേ, കിടക്കാൻ നേരത്ത് കർത്താവ് ഇന്ന് കിട്ടിയില്ല നാളെ തരണേ. അങ്ങനെയാണ് ഉറങ്ങുന്നത്, എഴുന്നേൽക്കുന്നത്, ഇരിക്കുന്നത്, തിന്നുമ്പോ വരെ ഇത് ചിന്തിച്ചോണ്ട്. ഇതാണ് ദ്രവ്യാഗ്രഹത്തിന്റെ വഞ്ചനയെന്ന് നമ്മൾ മനസ്സിലാകാതിരിക്കരുത്. അതിൽ നമ്മൾ ഒഴിയണം. അനേകരത് ചെയ്യുന്നില്ല. ഹല്ലേലൂയ. തിരിച്ചറിയാതിരിക്കരുത്. എന്താണ് ഈ വാക്യത്തിന്റെ അകത്ത് പറയുന്നത്? നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ. ഞാനൊരു കാര്യം ഇതിനകത്ത് ഞാൻ ചോദിക്കുകയാണ്. സ്തോത്രം. പുറത്ത് നമ്മൾ ദൈവമക്കളാണെങ്കിലും പുറത്ത് പല ജോലികൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ചെയ്യുന്ന ജോലികളുടെ അകത്തെല്ലാം നീതിയും വിശ്വാസവും ഭക്തിയൊക്കെ നമുക്ക് മുറുകെ പിടിക്കുന്ന ജോലിയൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത്? മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിത്യതയ്ക്ക് അത് ഇടർച്ച വരുമെന്ന് മനസ്സിലാക്കിക്കോണം. പാസ്റ്റർമാര് തലേ കൈവച്ച് നിന്നോട് പറയുന്ന ദൂത് എന്തുവാകട്ടെ, ആദ്യം തിരുവെഴുത്ത് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് കേൾക്കുന്ന ദൂതും കൂടെ ആയിട്ട് നോക്കുക. മറ്റൊരേഷവും മറ്റൊരാത്മാവും പലതും പറയാനുണ്ട്. എന്നാൽ ദൈവാത്മാവ് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഇന്ന് പകരം കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത് കേൾക്കണം. വിശ്വാസത്തിന്റെ നല്ലപോർ
പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. ശ്രദ്ധിക്കണം. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, നാം നല്ല സ്വീകാരം എന്ന 14-ാം വാക്യം, എന്നിങ്ങനെ സകലത്തെ ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. പൊന്തിയോസ് പീലാത്തോസിന് മുമ്പിൽ ചെന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ടേ നിർത്തിയത് ഇവൻ കാശ് കട്ടെന്നും പറഞ്ഞോണ്ടല്ല കൊണ്ടേ നിർത്തിയത്. അല്ലെങ്കിൽ അവിടെ പോയി സ്തോത്രം പറമ്പിന്റെ അതിര് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടല്ല കൊണ്ടുവെക്കുന്നത്. അല്ലെ പൈസ മോട്ടിച്ചു, ഇന്നവനെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അല്ല അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. എന്താ? ഒരു കുറ്റം പിടിക്കുവാൻ കാരണമില്ല. ഇന്ന് ഓരോ വിശ്വാസിയും പിടിച്ചാൽ കുറ്റങ്ങൾ എണ്ണാൻ തുടങ്ങിയ എത്ര കുറ്റങ്ങളുണ്ട് മനസ്സിലാക്കണം. കുറ്റമില്ലാത്തവരെ ചേർക്കാനാ കർത്താവ് വരുന്നത്, കുറവില്ലാത്തതിനെ ചേർക്കാനാ കർത്താവ് വരുന്നത്, സൂപ്പർ ക്വാളിറ്റി ഉള്ളതിനെ ചേർക്കാനാ കർത്താവ് വരുന്നത്. അല്ലാതെ അവിടെ ഇവിടെ തെറ്റി ബറവാസിനെ പോലെ ജീവിക്കുന്നവനെ കൊണ്ടുപോകാൻ അല്ല കർത്താവ് വരുന്നത്. മനസ്സിലാക്കണം. കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ എപ്പോഴും വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നിർമ്മലതയ്ക്ക് സത്യത്തിന് വേണ്ടി ജീവിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഏറെ ബലപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ഗലാത്യ ലേഖനത്തിന്റെ അകത്ത് അതിൽ 1-ാം വാക്യം, 1-ാം അധ്യായം, സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ 10-ാം വാക്യം, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. നാം ദൈവത്തിന്റെ ദാസന്മാരായി തീരുവാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ഈ വചനങ്ങളെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദ്രവ്യാഗ്രഹം സൂക്ഷിച്ചൊഴിഞ്ഞ് നമ്മുടെ ക്രിസ്തീയ ജീവിതം സൂക്ഷ്മതയോടെ ഓടുവാൻ തക്കവണ്ണം ഈ വചനങ്ങളെ നിങ്ങളുടെ മേൽ അയച്ച് നിങ്ങൾ പ്രബോധിപ്പിക്കപ്പെട്ട ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് മടങ്ങുവാൻ കർത്താവിന്റെ സന്നിധിയിൽ ആഹ്വാനം ചെയ്യുകയാണ്. ഈ വചനങ്ങൾ സ്വർഗ്ഗം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദൈവസന്നിധി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ പ്രയാസങ്ങളുടെയും വെല്ലുവിളികളുടെയും നടുവിൽ